എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഏറ്റവും പുതിയ സ്റ്റേജ് ഷോ ഇരിക്കാം കുടുംബസമേതം, ചിരിക്കാം ധൈര്യസമേതം. പ്രിയമുള്ളവരെ, പ്രോഗ്രാമിന്റെ ഔപചാരികമായ അവതരണത്തിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊച്ചിൻ കലാഭവൻ കലാകാരിലേക്ക് സമ്മാനിച്ച കലാകാരൻ നിരവധി ചലച്ചിത്രങ്ങളിലൂടെയും നിരവധി മിനി സ്ക്രീൻ പ്രോഗ്രാമുകളിലൂടെയും മിമിക്രി പ്രോഗ്രാമുകളിലൂടെയും എല്ലാം നമ്മുടെ മനം കവർന്ന് നിരവധി ചാനലുകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും നമുക്കേറെ പ്രിയങ്കരനായ താരം വാത്സല്യം എന്ന ചിത്രത്തിലെ കുഞ്ഞമ്മാമ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ അബൂബക്കർ എന്ന മഹാനടന്റെ പുത്രൻ ശ്രീ കലാഭവൻ നവാസിനെ വേദിയിലേക്ക് ഹാർദമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം കലാഭവൻ നവാസ്. അസ്സലാമു അലൈക്കും. കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും നിങ്ങളുടെ സ്നേഹം അനുഗ്രഹമാണ് വീണ്ടും നിങ്ങളിവിടെ എത്തിക്കുന്നത്. ഫസ്റ്റ് ഇവിടെ വരുന്ന ഒരു നായിക നടിയാണ്, സിനിമയിലേക്ക് കടന്നു വരുന്ന ഒരു കുട്ടിയാണ് ശ്രുതി ലക്ഷ്മി. ഇപ്പൊ റോമിയോ എന്ന ചിത്രത്തിൽ നായികയായിട്ട് അഭിനയിച്ച് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രം സമ്മാനിച്ച നമ്മുടെ പ്രിയങ്കരിയായ നടി ശ്രുതി ലക്ഷ്മി. എല്ലാ ദോഹ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് വിദേശത്ത് ഒരു പ്രോഗ്രാമിന് വരുന്നത്. ബാലതാരമായിട്ടാണ് ഞാൻ സിനിമ ഫീൽഡിലേക്ക് കടന്നു വന്നത്. എല്ലാവരും ചെയ്യുന്ന പ്രോഗ്രാമിലും നല്ല കൈയ്യടിയൊക്കെ തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു ശ്രുതി. രണ്ട് ഗായകരെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്, ശ്രീ മണികണ്ഠൻ ആൻഡ് നസീർ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗറിൽ. എൻ്റെ സഹോദരന്മാരെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്യുക ഇനിയും. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് വേദിയിൽ ക്ഷണിക്കുന്നു, കൈരളി ചാനലിൽ ശ്രദ്ധേയമായൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് ജഗതിമയം. അതിന്റെ അവതാരകൻ നിരവധി വീഡിയോ കാസറ്റ്സിലൂടെ നമുക്ക് സുപരിചിതനായ ശ്രീ പ്രശാന്ത് കാഞ്ഞിരമറ്റം. എല്ലാവർക്കും ഈദ് ആശംസിക്കുന്നു. പ്രോഗ്രാമിന്റെ ഈ പരിപൂർണമായ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ അനസ്യൂതമായ കൈയടിയും സ്നേഹവും പ്രോത്സാഹനവും ഉണ്ടാവണം. ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഇരുകൈകളും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ഹൃദയമധുരമായ ശബ്ദമാണ്. നന്നായി കൈയടിച്ചേ. നന്ദി, നമസ്കാരം. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് ഗൾഫ് മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ മറ്റൊരു കലാകാരൻ, രാഷ്ട്രീയ നായകന്മാരെ അനുകരിക്കുന്നതിൽ ആദ്യമായിട്ട് അച്യുതാനന്ദൻ. ഗൾഫ് മലയാളികളുടെ പ്രിയങ്കരനായ ശ്രീ മനോജ് ഗിന്നസ്. സംഗീതത്തിന്റെ കൂടെ ചെറിയ കോമഡിയുമായി ഞങ്ങളുമുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ വിജയം. അപ്പൊ ഓക്കെ. മമ്മൂക്കയ്ക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു പടമുണ്ടായിരുന്നു, രാജമാണിക്യം. ആ ചിത്രത്തില് മമ്മൂക്കയോടൊപ്പം വളരെയേറെ അദ്ദേഹത്തിന്റെ ഒരു സ്ലാങ്, ട്രിവാൻഡ്രം സ്ലാങ് വളരെയേറെ അനുകരിക്കാനുള്ള സഹായിക്കുകയും ഒപ്പം നിരവധി ചിത്രങ്ങളിലൂടെ നമുക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ നിന്ന് തൊട്ടതെല്ലാം പൊന്നു എന്ന് പറഞ്ഞ പോലെ മലയാളികളുടെ മുക്തകണ്ഠം പ്രശംസ പിടിച്ചു പറ്റിയ പ്രിയങ്കരനായ കലാകാരൻ ശ്രീ സുരാജ് വെഞ്ഞാറമൂട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങൾ പറയും തള്ള അവന്റെ മോട നോക്കുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല. അണ്ണ ചായകളൊക്കെ കുടിച്ചിട്ട് തന്നെ വന്നിരിക്കണേ. സെക്കൻഡ് പരിപാടി എന്നാലും ചെല്ലക്കളെ ചുമ്മാ അല്ലടാ, ചായകളൊക്കെ കുടിച്ചിട്ട് തന്നെ വന്നിരിക്കണേ. ബിരിയാണിയൊക്കെ തന്നെ ദഹിക്കാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു സദ്യ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, കഴിച്ചിട്ടേ പോകാവൂ. അല്ല, സദ്യ എന്ന് പറഞ്ഞപ്പോ നോക്കാവൻ ഇന്ന് കൊണ്ടുപോകാൻ. സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാട്ടും ഡാൻസും മിമിക്രിയും എല്ലാം കൂടെ ആയിട്ടുള്ളൊരു വിഭവ സമൃദ്ധമായ ഒരു ആഹാരം നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് കഴിച്ചിട്ടേ പോകാവൂ. പിന്നെ എടാ അമ്മയാണ്, നീ പുലി തന്നെ കേട്ടാ. നീ പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, കരുത പുലി. ഇവിടെ കാണണം ശരിക്കും. എന്താ തള്ളേ പൊളക്കണ. തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ട് കൈകൾ തമ്മിൽ സ്നേഹിക്കുമുണ്ടാകുന്ന ശബ്ദം അടുത്തിരിക്കുന്നവന്റെ നെഞ്ചത്തല്ല. എവിടെയത്? എവിടെ? ചാച്ചി അങ്ങോട്ട് അടിക്കി. ചാച്ചിക്കൊക്കെ അടിക്കാൻ ബുദ്ധിമുട്ട്. ആ പിള്ളേക്കെ എടുത്ത് അങ്ങോട്ട് മടിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി ഇരുത്തിട്ട് അണ്ണ അങ്ങോട്ട് അടുപ്പിക്കുകയാണ്. എന്തോന്നായിരുന്നു നിങ്ങൾ ഇങ്ങനെ ചൂട് പിടിച്ചാലേ നമുക്ക് ഓരോ പ്രോഗ്രാം കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റൂ. എവിടെ ഒരു എല്ലാവരും കൂടെ എവിടെ? തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഏഷ്യാനെറ്റിൽ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ആരാണ്? അമൃത. പ്ലീസ് വെൽക്കം അമൃത. അമൃതയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐഡിയ സ്റ്റാർ സിംഗർ ഒരുപാട് കാണുന്നതാണ്. എനിക്ക് അമൃതയെ നേരിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്.
എന്തായാലും വളരെ സന്തോഷമുണ്ട്, കണ്ടതിൽ വളരെ സന്തോഷം. ഇവരുടെയൊക്കെ SMS കൊണ്ടാണ് അമൃത ലാസ്റ്റ് വരെ ചവിട്ടി നിന്നത്. അതുകൊണ്ട് അമൃത തീർച്ചയായിട്ടും അവർക്കുള്ള വിഭവം ഇവിടെ നൽകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അടിപൊളിയായിട്ട് പാടില്ലേ? അടിപൊളിയായിട്ട് പാടില്ലേ എന്ന് പാടാം, പക്ഷെ നിങ്ങൾ കൈയടിക്കണമെന്ന്. ശരി, ഒരു കൈയടി കൊടുക്കൂ. താങ്ക് യു അമൃത, താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ഇതുപോലെ തന്നെ ഐഡിയ സ്റ്റാർ സംഘങ്ങളിലൂടെ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ, എനിക്ക് തോന്നുന്നു പിന്നെ ഏഷ്യാനെറ്റിലെ എൻ്റെ അച്ഛൻ ഈ പരിപാടി കാണുമ്പോൾ, ഏഷ്യാനെറ്റ് കാണുമ്പോൾ ഒരുപാട് കണ്ട് കൈയടിക്കുകയും കരയുകയും ചെയ്ത ആള് പിരിഞ്ഞു പോയപ്പോൾ ഒരുപാട് കരഞ്ഞ്. ഞാൻ വീണ് കൈ ഒടിഞ്ഞപ്പോൾ പോലും എൻ്റെ അച്ഛൻ കരഞ്ഞിട്ടില്ല. പക്ഷെ ഒരാൾ ഔട്ടായപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞു. അനുഗ്രഹീത കലാകാരനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഡിവോഷണൽ സോങ്ങിലൂടെ, ഈ നാടൻ പാട്ടുകളിലൂടെ ശ്രദ്ധേയനായ മിസ്റ്റർ സന്നിധാനം. സന്നിക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം ഇവിടെ വരാൻ കഴിഞ്ഞാലും ചേട്ടനോടൊപ്പം ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം. എന്നെ പൊക്കി പറഞ്ഞില്ലെങ്കിൽ അടുത്ത് വേറൊരു പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പറയണത്. എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ ഈ സന്നിക്ക് അറിയാമല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്നി ഔട്ടായപ്പോൾ എനിക്കും ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷേ സന്നി ഇതിൽ 1ാം സ്ഥാനം കിട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഉടനെ ഞാനും ഇതുപോലെ ഈ പാട്ട് മത്സരത്തിൽ പങ്കെടുത്തനെ. കാരണം ഒരു 10,000 മൊബൈൽ ഞാനും വാങ്ങി തന്നെ. SMS ആണ് കൂടുതൽ അളിയന്. മാത്രമല്ല അസലായിട്ട് പാടുകയും ചെയ്യും. പിന്നെ നിനക്ക് ആരെങ്കിലും പേടിയുണ്ടോ? പേടി, ഒരു ഈശ്വരനെ പേടിയുണ്ട്, പിന്നെ വേറെ ഒരു 2 പേരെയും കൂടി പേടിയുണ്ട്. ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരാളുണ്ട്. എന്ത് സന്നി സുഖമായിട്ടിരിക്കുന്നു? അസലായിട്ട് പെർഫോം ചെയ്തൂടെ? ഇപ്പൊ മുട്ടയിടും ആള്. ഒന്നുമില്ല, സന്നി എന്നെ മുട്ടയിടിക്കാൻ വന്നാണ്, അത് പാട്ട് പാടാൻ വന്നാണ്. അസലായിട്ട് പാടണം കേട്ടോ. ഓക്കെ സന്നി. ഇനി അവസാനമായിട്ട് ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ഇതുപോലെ തന്നെ ഐഡിയ സ്റ്റാർ സംഘങ്ങളിലൂടെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു പ്രിയങ്കരിയായ കലാകാരി ദുർഗ. ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കാൻ കാരണം നിങ്ങൾ എനിക്ക് തന്ന സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. സപ്പോർട്ടും SMS അത് പറയാം. ഈ അവസരത്തിൽ എല്ലാവരോടും എന്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയില്ലാതാണ്, ഞാനും പിന്നെ അന്ന് ലാസ്റ്റ് ഏഷ്യൻ്റെ ഷോയ്ക്ക് ഒരുമിച്ച് കണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്ര രൂപ കിട്ടി? ഉള്ളത് പറ, ഒതുക്കണ്ട. നമ്മളെ SMS ആണ്, കായ്കളെല്ലാം നമ്മളാണ് ചെലവാക്കിയത്. പറ എത്ര രൂപ കിട്ടി? ഇല്ല, എനിക്ക് സെക്കൻഡ് പ്രൈസ് ആയിട്ട് കാറായിരുന്നു കിട്ടിയത്. അല്ല, എത്ര രൂപ? കാറായിരുന്നു കിട്ടിയത്. കാറാണ് കിട്ടിയത്. കാറ് പണ്ട് വീട്ടിൽ കിട്ടിയത് അതൊന്ന് വിറ്റ് കുറച്ച് ഡെയിലി ആഹാരം വാങ്ങിച്ച് കഴിക്കണം. നമ്മളുടെയൊക്കെ ഒരു ആഗ്രഹമാണ്. ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഈ ശബ്ദം പുറത്തു വരുന്നതെന്ന് അമ്മയാണ് എനിക്ക് അറിഞ്ഞൂടാ. സത്യം, പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ദുർഗയ്ക്ക് ഇത്രയും നല്ല രീതിയിൽ എങ്ങനെ പാടാൻ ഈശ്വരൻ ഒരു കഴിവ് കൊടുക്കട്ടെ. എന്തായാലും ഇതിനേക്കാൾ നല്ല രീതിയിൽ ദുർഗ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദുർഗ. ഇപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം റിയാലിറ്റി ഷോകൾ മാത്രമാണ്. സൂപ്പർ താരം, സൂപ്പർ സിംഗർ, സൂപ്പർ ഡാൻസർ, സൂപ്പർ കള്ളൻ, സൂപ്പർ മേസ്തരി, സൂപ്പർ ഡ്രൈവർ തുടങ്ങി നല്ലൊരു വധുവിനെ കണ്ടെത്തുന്നതിനും നല്ലൊരു വരനെ കണ്ടെത്തുന്നതിനും ഇപ്പോൾ റിയാലിറ്റി ഷോകളെ നമ്മൾ കൂട്ടുപിടിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മച്ചിൻപുറങ്ങളിൽ പണ്ടെല്ലാം പൊടി പിടിച്ചു കിടന്നിരുന്ന റേഡിയോകൾ ഇപ്പോൾ തരംഗമായി മാറുന്നു. ഈ റേഡിയോകളും റിയാലിറ്റി ഷോകളും നമ്മുടെ ജീവിതത്തെ അപ്പാടെ വിഴുങ്ങിക്കളയുകയാണ്. ഇവിടെ ഇതാ ഒരു റേഡിയോ നടത്തുന്ന ഒരു റിയാലിറ്റി റോഡ് ഷോയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. റേഡിയോ മാങ്ങ, നാട്ടിലെ താരം അല്ല, റോട്ടിലെ താരം. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഈ നാട്ടിലെ ധാരാളം കഴിവുറ്റ കലാകാരന്മാരും കലാകാരികളും ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുണ്ട്. നമ്മുടെ നിരവധി കലാകാരന്മാരെയും കലാകാരികളെയും പങ്കെടുപ്പിക്കുന്ന ഈ റോട്ടിലെ താരം പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദമായി തന്നെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മതി നിന്റെ ഭയങ്കര അട്ടാസനവൻ. ഇവനാ ഈ പരിപാടിയിലെല്ലാം വലിയവൻ. സമ്മതിച്ചടാ, സമ്മതിച്ചു വന്നല്ല വരമാല. ചേട്ടാ, ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി ചേട്ടനോട് വരാൻ പറഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. ചേട്ടനോട് ഞാൻ ഇന്നലെ വന്ന് പറഞ്ഞാൽ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ നേരത്തെ കാലത്തോടെ വരണമെന്നുള്ളത്. ഞാൻ ഈ ചേട്ടനെ കാണാൻ വേണ്ടി മിനിഞ്ഞാന്ന് ചേട്ടന്റെ വീട്ടിൽ വന്ന്, ചേട്ടന്റെ ആറ്റിങ്കരയിലുള്ള വീടുണ്ടല്ലോ അവിടെ വന്ന്. ചേട്ടൻ ഇപ്പൊ ആറ്റിങ്കരയിലൊക്കെ താമസം മാറ്റിയാ? ഞാൻ എന്നെ മാറി. നന്നായി ചേട്ടാ. ആറ്റിങ്കരയിലാണെങ്കിൽ പെണ്ണുങ്ങളുടെ കുളിയും നനയും തുണിയലക്കും എല്ലാം ഭയങ്കര വൃത്തികേടുകളാ. അല്ല, ഇപ്പൊ എവിടെയാ താമസം? ഇപ്പൊ ഞാറ്റിന്റെ അരിയത്തോട്ടാക്കി. അതെന്താ? പഴയ പോലെ കണ്ണത്ര പിടിക്കുന്നില്ല. നമുക്ക് എല്ലാം ക്ലിയർ ആവണം.
അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നു. ഓ അങ്ങനെ. ചേട്ടൻ മിനിഞ്ഞാന്ന് എന്ത് പരിപാടി ഇവിടെ കാണിച്ചത്? എന്ത് കാണിച്ചു? മിനിഞ്ഞാന്ന് ഇവിടെ മന്ത്രി വരും, ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടനോട് പറഞ്ഞു ദാ സ്റ്റേജിന്റെ ദാ മൂലയ്ക്കും നല്ല ഏത്തക്കൊല വാഴകൾ കൊണ്ടുവന്ന് കുത്തിവെക്കണമെന്ന് പറഞ്ഞു. നല്ല കൊലച്ചു വെക്കുന്ന ഏത്തവാഴകൾ. എന്നിട്ട് ചേട്ടൻ എന്ത് പരിപാടി കാണിച്ചത്? ചെറിയ വാഴയുടെ ചിത്രമുള്ള തൈ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിരിക്കുന്നു. ഇവിടെ ആരാ വരുമെന്ന് പറഞ്ഞേ? മന്ത്രി തന്നല്ലോ. അതെ. ഇവനൊക്കെ ആരെങ്കിലും ഇന്നേ വരെ സമയത്തും കാലത്തും വന്നിട്ടുണ്ടാ? അതുകൊണ്ടാണ് ഞാൻ 2 വാഴത്തൈ വെച്ചത്. ഇവന്മാരൊക്കെ വരുന്ന സമയമാകുമ്പോ അത് കൊലവാഴ ആയിക്കോളും കേട്ടാ. അതുകൊണ്ട് ബുദ്ധി വേണം, ആ രീതിയിൽ പോണം. അത് ശരി. അല്ല ഈ നാട്ടിലെത്താനും പരിപാടി ആയതുകൊണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, നീ ഇവിടെ റേഡിയോ മാങ്ങോ എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുക. എനിക്കറിയാം നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നം കാണിക്കുന്നു. അതെ ശരി, ഇതിനൊരു ജഡ്ജി വേണം, അങ്ങനെ ഒരു പരിപാടി. പക്ഷേ എനിക്ക് ഇവിടെ പങ്കെടുക്കണം. ചേട്ടന് പങ്കെടുക്കാം, തീർച്ചയായിട്ടും പങ്കെടുക്കാം. അപ്പൊ നീ എന്തിനാ ഇത്രയും ഗ്ലാമറായിട്ട് നിൽക്കുന്നതിന്റെ കാര്യം? ഗ്ലാമറായിട്ട് നിൽക്കുന്ന വേറൊന്നുമല്ല, ഈ നാട്ടിലെ തരം പരിപാടിയല്ലേ, ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി നല്ല പെമ്പിള്ളാരൊക്കെ വരുമല്ലോ. അപ്പൊ ആരെങ്കിലും അതായ അവന്റെ ഉദ്ദേശം, വളപ്പ്. പൊന്നു മോനെ സെറ്റപ്പ് നടക്കില്ല, നീ പ്രേമിക്കാൻ നിൽക്കരുത്. എടാ പ്രേമൊന്നും ശരിയല്ലെന്ന്. അങ്ങനെ പറയുന്നത് ഇപ്പോഴത്തെ പ്രേമം പഴയ പ്രേമമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. നീ ഇപ്പൊ പ്രേമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് പ്രേമമാണ്. എങ്ങനെ? അവര് വരും, വന്ന് നിന്നെ സംസാരിക്കും, ചാറ്റിങ്, അവസാനം കഴിയുമ്പോ അവളെ ചീറ്റ് ചെയ്തിട്ട് പോകും. അപ്പൊ പക്ഷെ പഴയ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പഴയ പ്രേമം എന്ന് പറഞ്ഞാൽ മറ്റേ നള ദമയന്തി പ്രേമമാണ്, ഹംസം ദൂതായിപ്പാണ് പരിപാടി. നമ്മുടെ നളൻ ദമയന്തി ഹംസത്തെ ദൂതായിട്ട് അയക്കുന്നത്. അല്ല ചേട്ടൻ എങ്ങനെ ഈ ഹംസത്തെ ദൂതായിട്ട് അയച്ചിട്ടുണ്ടോ? നമ്മുടെ കാലത്ത് നിന്ന് ഹംസമൊന്നും ഇല്ലെന്നെ. പിന്നെ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഒരു കോഴി എഞ്ഞ് പിടിച്ച്, എന്നിട്ട് കോഴി പിടിച്ചിട്ട് ലെറ്റർ എഴുതിയിട്ട് അതിന്റെ കാലിൽ കെട്ടിട്ട് അടുത്ത വീട്ടിലെ ശാന്തര വീട്ടിലോട്ട് പറത്തി വിട്ട് കൊടുത്ത്, എന്നിട്ട് അപ്പൊ തന്നെ മറുപടി കിട്ടിയ? അപ്പൊ കിട്ടിയില്ല, അരമണിക്കൂർ കഴിഞ്ഞപ്പോ കിട്ടി. എന്ത്? ചിക്കൻ കറി കൊള്ളാം, ഇനി ഇതുപോലുള്ള കോഴികളെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാ പറഞ്ഞത് പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഏതെങ്കിലും ഒരെണ്ണത്തിന് വളച്ചോണ്ടാ ഞാൻ ഇന്ന് പൊന്നു മോനെ, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പെണ്ണുങ്ങളെ നമുക്ക് 4 തരംതിരിക്കാം. 4? എങ്ങനെ? അതായത് പിന്നെ ഗേൾഫ്രണ്ട്, കാമുകി, വൈഫ്, സ്റ്റെപ്പിനി. ഇവര് 4 പേരെ നമുക്ക് മൊബൈൽ കണക്ഷനുമായിട്ട് ബന്ധപ്പെടുത്താം. മൊബൈൽ കണക്ഷൻ ഞാൻ ക്ലിയർ ആയി തരാം. അതായത് ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീപെയ്ഡ് കണക്ഷനാ. ഒരു മാസം വരെ കാണും. നമ്മൾ ഒരു മാസം വരെ അവളെ കാണുക, സംസാരിക്കുക, എന്തെങ്കിലും ചെറിയ മുട്ടായൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ഒരു മാസം കഴിഞ്ഞ് നീ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. റീചാർജ് ചെയ്തില്ലെങ്കിൽ കട്ടാവും. ഇനിയിപ്പോ കാമുകി എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാ, പോസ്റ്റ് പെയ്ഡ് കണക്ഷനാ. പോസ്റ്റ് കണക്ഷൻ അതെങ്ങനെ? 1 വർഷം വരെ കാണും. 1 വർഷത്തേക്ക് നമ്മൾ എടുക്കുക, ഇങ്ങനെ സംസാരിക്കുക, 2000 രൂപയ്ക്ക് മേലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താലേ സ്വീകരിക്കൂ. അപ്പൊ കൊണ്ടുവരുന്ന കറങ്ങുക. പിന്നെ നമുക്ക് അവളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ വേണമെങ്കിൽ വിടാം, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് ചാർജ് ചെയ്തോണ്ടിരുന്നാൽ അവിടെ കണ്ടിന്യൂ. അത് ശരി. അപ്പൊ ഭാര്യ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് കണക്ഷനാ. മരിച്ചാലും ബില്ല് വന്നുകൊണ്ടിരിക്കും, നേരിട്ട് കുഴിയിൽ വന്നുകൊണ്ടിരിക്കും, ചത്താലും വിട്ടു പിരിയില്ല. അതാണ് ലൈഫ് ലോങ് കണക്ഷൻ. അപ്പൊ സ്റ്റെപ്പിനി കോയിൻ ബോക്സ്. ആവശ്യമുള്ളപ്പോ കാശ് ഇടുക, വിളിക്കുക, കട്ടാക്കുക, പോകും. അപ്പോ ഇതിൽ ഏതാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ നീ തെരഞ്ഞെടുത്തോ. അവസാനം നമ്മൾ കുറ്റം പറയരുത്. ഇതാ സംഭവം. ഓക്കെ. അല്ല ചേട്ടാ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് പിള്ളേരൊന്നും വന്നില്ല? എന്റെ പിള്ളേരൊക്കെ വേറെ പരിപാടി തന്നെ. അല്ല ചേട്ടന് എത്ര മക്കളാ? 3 മക്കള്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തവൻ തിരുത്തൽവാദി, രണ്ടാമത്തവൻ മഞ്ഞന ഈശ്വരവാദി, 3ാമത്തെ മാത്രം തീവ്രവാദി. അപ്പൊ ചേട്ടന്? ഞാനല്ലേ ഇതിനെല്ലാം ഉത്തരവാദി. പിന്നെ നമ്മളുള്ളുണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ കിടന്നും വളരണത്. അതല്ലേ ചേട്ടാ, നല്ല മക്കൾ ഉണ്ടാവണമെങ്കിൽ യോഗം വേണം. പിന്നെ അയ്യവൻ പറയുന്ന പോലെ ഇതുപോലെ ഒരു പൊതുയോഗമൊക്കെ വിളിച്ചു വിട്ടിട്ട് പിള്ളേർ ഉണ്ടാകാം. നീ പോടാ. അതല്ല ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഇങ്ങനെയുള്ള തലതെറിച്ച മക്കളെ സൃഷ്ടിക്കുന്ന നേരത്ത് വല്ല തെങ്ങും വെക്കുവാണെങ്കിലേ ഈ നേരത്ത് നല്ലൊരു കൊപ്രാ മുതലാളി ആവാൻ മേലായിരുന്നാ. പിന്നെ പാതിരാത്രി 12:30 1 മണി സമയത്താണ് തെങ്ങ് വെക്കണ. ഇവരൊക്കെ വേറെ ചെറുത്തേട്ടവർ. നീ പോടാ എന്റെ ജോലി. അല്ല ഇത്ര ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഈ ചേട്ടൻ എന്തിനാണ് അപ്പുറത്തെ വീട്ടിൽ ആ സുമതിയുടെ പുറകെ കിടക്കുന്നത്? അതിപ്പോ വലിയ കുറ്റോട് ഞാൻ ചോദിക്കട്ടെ, സത്യമാണേ പറ. എടാ ഈ പവർ കട്ട് സമയത്ത് ഒരു ജനറേറ്റർ ഉള്ളത് നല്ലല്ലേ? അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് ശരി. അപ്പൊ ചേട്ടൻ ഭാര്യനെ ഉപേക്ഷിച്ച് പിന്നല്ലാതെ. അതെന്താ ഭാര്യനെ ഉപേക്ഷിക്കാൻ കാരണം? അതൊക്കെ ഒരുപാട് കാര്യമുണ്ട്, നീ അതിലോട്ട് കിടക്കണ്ട. അല്ല കാരണം എന്താന്ന് പറ.
പറഞ്ഞേ തീരുള്ളെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ ഇപ്പൊ പറഞ്ഞു, നിന്റെ വീട്ടില് നീ ഒരു പശുവിനെ വാങ്ങിച്ചു, പശുവിനെ മേടിച്ചു. നീ ഒരു പശുവിനെ വാങ്ങിക്കഴിഞ്ഞാ അതിന് പുളിയരിപ്പൊടിയും സമയത്തിന് പുണ്ണാക്കും പിന്നെ വക്കോലും അതുപോലെ തന്നെ പുല്ലെല്ലാം കൊടുത്ത് കുളിപ്പിച്ച് വളർത്തിയിട്ട് നാട്ടുകാരൻ വന്ന് കറന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ നീ സഹിക്കുവോ? അതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് ചെയ്തത്. അത് നീ മനസ്സിലാക്കണം. അല്ല, ചേട്ടൻ ഇപ്പൊ ഉപേക്ഷിച്ച് പോയ ഭാര്യ ഉണ്ടല്ലോ ശ്യാമള ചേച്ചി. ഈ ശ്യാമള ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യുന്നെന്ന് ചേട്ടൻ വല്ല അന്വേഷിക്കാറുണ്ടോ? അവക്ക് ജോലി ഉണ്ടെന്ന്. എവിടെ? റെയിൽവേയില്. റെയിൽവേയിൽ ജോലി കിട്ടിയ സുഭിക്ഷായി അടിപൊളിയാണ്, നല്ല രീതിയിൽ ജീവിച്ചു പോവാം. അല്ല, റെയിൽവേയിൽ ഏത് സെക്ഷനിലെ ജോലി? സെക്ഷനാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അവിടെ ഒരുങ്ങിയൊക്കെ നിക്കണ കാണാം. സെക്ഷൻ ആയെന്ന് അറിയണമെങ്കിൽ നീ ഒന്ന് ചെന്ന് നേരിട്ട് ചോദിച്ചു. പോകുമ്പോ 10-200 കൈ വേണം. സെക്ഷൻ മനസ്സിലായി. അപ്പൊ ചേട്ടാ ആരും പറഞ്ഞു നമ്മുടെ ഈ പരിപാടി തുടങ്ങാനുള്ള സമയമായി. അപ്പൊ റേഡിയോ മാങ്ങയുടെ നാട്ടിലെ താരം ഇപ്പോൾ റോട്ടിലെ താരമായി. ഈ റോട്ടിലെ താരത്തെ കണ്ടുപിടിക്കാനുള്ള പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ പരിപാടിയിൽ ജഡ്ജായിട്ട് വന്നത് ആരാണെന്നുള്ള അറിയാലോ? ആരായാലും എനിക്ക് കുഴപ്പമില്ല. ഇവിടെ ഈ റേഡിയോ മാങ്ങ എന്ന് പറയുന്ന പരിപാടി നടക്കുന്നെങ്കിൽ എനിക്ക് ആദ്യം വെള്ളം അടിച്ചുകൊണ്ട് പറയുമല്ല, ചേട്ടൻ ഞാൻ നല്ലൊരു അവസരം തന്നിരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഒരു ജഡ്ജാണ് ഇവിടെ വരാൻ പോകുന്നത്. ലോകത്തെവിടെ റിയാലിറ്റി ഷോ നടന്നാലും അവിടെ പോയിരുന്നു കുറ്റം പറയാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ടിട്ടുള്ള ഒരു വിശിഷ്ടനായ ജഡ്ജ്, അത് മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ ഭരത് സാർ. നിറഞ്ഞ കൈയടിയോടെ നമുക്ക് ഭരത് സാറിനെ സ്വാഗതം ചെയ്യാം. അതാ വന്ന ആടി ആന വന്ന പോലെ. ഇവിടെ ലുക്ക് കിട്ടുന്നുണ്ടാ? ഓ എന്താ പൊന്നോ സാറേ. അപ്പൊ നമുക്ക് മുണ്ടഴിച്ചിട്ട് പറഞ്ഞപ്പോ അവിടെ അഴിച്ചിട്ട് അവിടെ അഴിച്ചിട്ടാണല്ലേ എടുത്ത് കൊടുക്ക്. അപ്പൊ പരിപാടി ആരംഭിക്കല്ലേ? പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, എനിക്ക് പാട്ട് പാടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യത്തെ പാട്ട് നമ്മുടെ നാട്ടിലെ ഏക ഒരു താരമാണ്. നിരവധി താരങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയുണ്ട്. അപ്പൊ ചെറിയൊരു മദ്യപാനിയാണെങ്കിൽ നന്നായിട്ടൊക്കെ പാട്ട് പാടും. അപ്പൊ നമ്മുടെ ബാലൻ ചേട്ടൻ നമുക്ക് വേണ്ടി ആലപിക്കുന്ന ഒരു മനോഹരമായ ഗാനത്തോടു കൂടി നമ്മുടെ റേഡിയോ മാങ്ങയുടെ റോട്ടിലെ താരം പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ബാലൻ ചേട്ടനെ ഈ പരിപാടിയിൽ പാട്ട് പാടാൻ വേണ്ടി ആർദ്രമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. സർ, എല്ലാവരും വെറൈറ്റി ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാവരും യേശുദാസ് അണ്ണൻ ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ അതിനെ പാടിയാണ് വരുന്നത്. ഞാൻ എല്ലാം വെറൈറ്റിയാണ്. വെറൈറ്റി പാട്ട് ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പാടിത്തരാം. എനിക്ക് എന്നെ തരണം. തുടങ്ങണ്ട. അവരെല്ലാം അയച്ചു പോയി. ഉള്ള പോലെ അല്ല, പറഞ്ഞെടുത്ത് അണച്ച് കാണാൻ പോവാനേ കുഴിയിൽ തന്നെ കൊണ്ടിടാനേ. എന്താടാ? അല്ല, ഞാനല്ലേ പറഞ്ഞ, നീ എന്റെ ഇടയിൽ എന്തുവാ? വ്യത്യസ്തനാമൊരു സിംഗറമ്പാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. റേഡിയോ മാങ്ങയ്ക്ക് അഭിമാനമാകും, റേഡിയോ മാങ്ങയ്ക്ക് അഭിമാനമാകും. സിംഗറമ്പാല നിനക്ക് അഭിവാദ്യം. ബാലൻ ഒരു കാലൻ അടിമുടി വീരൻ, വെള്ളമടി വീരൻ അടിമുടി കോലം, ഒരു കോലം നമ്മുടെ കാലൻ ബാലൻ കാലൻ കാലൻ. വ്യത്യസ്തനാമൊരു ഗുണ്ടയമ്പാലനെ സത്യത്തിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. അപ്പൊ ഏതായാലും നമ്മുടെ ബാലൻ ചേട്ടന്റെ പെർഫോമൻസ് കഴിഞ്ഞ് അപ്പൊ ഇത് നമ്മുടെ ഭരത് സാറിനോട് ചോദിക്കാം. ഭരത് സാർ, കുട്ടാ നന്നായിരുന്നു കൂട്ടാ. കുട്ട ഒന്നും പറയാനില്ല കൂട്ടാ. താങ്ക് യു സാർ. ഒന്നും പറയാനില്ല. താങ്ക് യു. ഞാൻ പറഞ്ഞ കൂടെ പോകുമ്പില്ലേ മോനെ എന്നാ മോനെ കാണിച്ചു? മോനെ ഞാൻ അസലായിട്ട് പാടും. മോനെ ഇത് ഓരോ മോനെ ശ്രദ്ധിക്കണ്ടേ? മോനെ ഒന്നും ശരിയായില്ല. തുടക്കത്തിലുണ്ടല്ലോ മോനെ പാടിപ്പോ നന്നായിരുന്നു. തുടക്കം നന്നായിരുന്നു മോനെ. ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവസാനമായപ്പോ ഉണ്ടല്ലോ മോനെ മോൻ നശിപ്പിച്ചു കളഞ്ഞു, തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ പാടാൻ പാടില്ല. മോനെ ആരാ മോനെ ഗുരു? ശ്രീനാരായണ ഗുരു. മോനെ സംഗീതത്തിലെ ഗുരു ആരാ? അതെന്റെ അച്ഛനാണ്. ആരാ മോനെ അച്ഛൻ? മഹാകവി ഉൽപ്പു. മോനെ അവരുടെ പേര് അവൾ കേട്ടിട്ട് പോലുമില്ലല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല. പിന്നെ മോനെ പാട്ടൊക്കെ കൊള്ളാമല്ലോ. എന്റെ മോനെ ഈ അച്ഛൻ മഹാനായിരുന്നു. പിന്നെ മഹാനാണ്, പേരേട്ട കവിയായിരുന്നു.
എന്തായിരുന്നു? സംഗീതത്തിലെ മറ്റേ ഇതിലുണ്ട് മറ്റേ നിഘണ്ടു. സംഗീതത്തിലെ നിഘണ്ടു എല്ലാം അരച്ച് കലക്കി കുടിച്ച മനുഷ്യനാണ്. അരച്ച് കലക്കി കുടിച്ച അച്ഛൻ മരിച്ചുപോയി. എങ്ങനെ മരിച്ചു പോലെ? നിഘണ്ടു എല്ലാം കൂടെ അരച്ച് കലക്കി കുടിച്ചപ്പോ സ്റ്റാപ്ലർ തൊണ്ടേ കുരുങ്ങി ചത്ത്. മോനെ സംഗതി കൊള്ളായിരുന്നു കേട്ടോ മോനെ, പക്ഷെ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. മോൻ ട്യൂൺ ചെയ്തിട്ടുണ്ടോ? ട്യൂൺ ചെയ്തിട്ടുണ്ടോ മോനെ? എനിക്ക് ഇഷ്ടമാണ് അത്. ട്യൂൺ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. മോനെ ഈ ട്യൂൺ ചെയ്തപ്പോ മോനെ നീലാംബരിയാണോ കല്യാണിയാണോ മോൻ ട്യൂൺ ചെയ്തിട്ടുള്ളത്? ഇവർ രണ്ടുപേരും അല്ല, മടത്ര ശാന്ത. സത്യം നോക്കിയാൽ മതി, കൂടെ വരും. മോനെ കൂത്തമ്പല അമ്മണിയല്ലേ കുറച്ചുകൂടെ മോനെ മോനെ അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് വളരെ തുടങ്ങിയപ്പോ വളരെ മനോഹരമായിരുന്നു മോനെ. പിന്നെ ഇടയ്ക്ക് വെച്ച് അങ്ങ് പോയി മോനെ, കിട്ടിയില്ല, പറ്റില്ല. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ പാട്ട് സംഗീതം എന്ന് പറഞ്ഞൊരു വലിയ കടലാ, അത് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ മൂത്ത് മാറിക്കൊണ്ടിരിക്കുക ഇപ്പോഴും, അറിയാലോ നമുക്ക്. മൂപ്പനാ, ഈ മൂപ്പൻ പറയുമ്പോ മോൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മോനെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞു, മോൻ പാടി ആ തുടക്കം കഴിഞ്ഞ് പല്ലവിയൊക്കെ കഴിഞ്ഞു മോനെ, അതെല്ലാം മനോഹരമായി. മോനെ ഈ പാട്ടിന്റെ തുടക്കം ഋഷഭമാ, അവസാനം എന്താണെന്നറിയോ? ഈ ഋഷഭം പാടിയപ്പോ മോൻ ഷഡ്ജ് ഇട്ടോ? ഇട്ടായിരുന്നു മോനെ ഷഡ്ജ്? ഇട്ടായിരുന്നു മോനെ, ഷഡ്ജ് ഇട്ടില്ല. അതൊക്കെ ശ്രദ്ധിക്കണ്ടേ മോനെ? ഇട്ടായിരുന്നു മോനെ, ഓർത്ത് നോക്കിക്കോ മോനെ. ഒരു മിനിറ്റ്. അല്ല, അത് മോൻ ഷഡ്ജ് ഇട്ടില്ല, അത് വളരെ രാവിലെ വെച്ച് വെള്ളടിക്കുന്നതിന് മുമ്പ് കുളിച്ച് ഇത് ഇട്ടിട്ടാണ് മുണ്ടെടുത്തത്. ഞാൻ മോനെ ഷഡ്ജ് ഇട്ടില്ല മോനെ. മോൻ അങ്ങനെ ഇട്ടായിരുന്നെങ്കിൽ സംഗതി താഴെ പോവില്ലായിരുന്നു. മോനെ ഓർത്ത് നോക്കിക്കേ, ഷഡ്ജ് ഇട്ടില്ല. എനിക്കറിയാവുന്നല്ലോ, ഞാൻ കണ്ടല്ലോ. ഇട്ടായിരുന്നു വൈറ്റ്. മോന് സംഗീതത്തിൽ വൈറ്റ് ഷഡ്ജോ? മോന് സംഗീതത്തിൽ വൈറ്റ് ഒന്നും വരില്ല, കൂടിപ്പോയ ഒരു വെള്ളി വരും. വെള്ളിയൊന്നും ഇടാനുള്ള ത്രാണിയൊന്നും ആയില്ല. നമ്മള് പാവങ്ങളാ, 10 രൂപയ്ക്ക് 4 എണ്ണം കിട്ടും. നമ്മൾ തെങ്ങി കയറാൻ പോണ നമ്മൾ ഇന്ന് ഇത് കേട്ടാ. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കാര്യം ചെയ്യുമ്പോൾ തെണ്ടിക്കോട്ടെ അല്ലേ? അതെ അതെ, നമുക്ക് മാർക്കൊന്നും അറിയാം സാർ. അപ്പോ നമ്മുടെ ഇത്രയും നേരം പെർഫോമൻസ് നടത്തിയ നമ്മുടെ ബാലൻചേട്ടന്റെ മാർക്ക് അറിയാൻ പോവുകയാണ് ഭരത് സാർ. മോനെ ഒരു കവിയാണ്, മോനെ എല്ലാം ഇഷ്ടപ്പെട്ടു മോനെ. അത് മോനെ ഞാൻ അറിഞ്ഞത് തരുവാ. ഞാൻ 100 ഇട്ടു. ഞാൻ 50 ഇട്ട്. എന്തിനാ? പൈൻ്റെ എടുക്കാം മോനെ, അത് മതി കേട്ടോ. അങ്ങനെ ചെറിയ ഒരു ഇത് പോരെ സാർ. എനിക്കിപ്പോ ഇനി മാർക്കൊന്നും വേണ്ട. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ നല്ല രീതിയിൽ ഒരു പാട്ടും കൂടെ പാടിയിട്ട് പോകും. മോനെ ശാസ്ത്രീയം പഠിക്കാതെ പരിപാടിക്ക് പങ്കെടുക്കാൻ പാടില്ല. ക്ലാസിന്റെ എല്ലാ ഏർപ്പാടും എനിക്കറിയാം. അല്ല കുട്ട, അത് ശ്രദ്ധിക്കണ്ടേ കുട്ട. മോനെ കുട്ടൻ ഏതാ പാടുന്നത്? ഞാൻ മറ്റേ പാട്ട്, മോഹൻലാലിന്റെ ഗംഗ എന്ന് പറയുന്ന പാട്ട് ഞാൻ പാടും. അമ്മയുടെ സാർ മോനെ ആ പാട്ടിനെടുത്ത് പാടില്ല. ദാസേട്ടൻ 3 മിനിറ്റ് ശ്വാസം പിടിച്ച് സ്റ്റുഡിയോ വെച്ച് പാടിയ പാട്ടാ. 3 മിനിറ്റല്ലേ ശ്വാസം പിടിക്കുന്നത്? ഞാൻ വെള്ളത്തില് 1/2 മണിക്കൂർ ശ്വാസം പിടിച്ച് മുക്കിലിട്ട് മണലൂറ്റുകാരനാണ് ഞാൻ. അപ്പൊ എനിക്ക് 1/2 മണിക്കൂർ മുക്കിലിടണം, എനിക്ക് ഇത് 3 മിനിറ്റ് ഈസി. അത് പാടിക്കോ മോനെ. പ്രിയമുള്ളവരെ അനുഗ്രഹിക്കുക. ഗംഗ എന്ന് പറയുന്ന പാട്ടാണ്. നീ എന്താ എന്നെ തല്ലിക്കൊല്ലാൻ നിൽക്കുന്നു? അല്ല ചേട്ടൻ പാടിക്കും. അല്ല, നീ ഇങ്ങനെ നിൽക്കുന്നു, എന്നെക്കാലം പൂസാടെ നീ. അല്ല ചേട്ടൻ അടുത്ത് വന്നപ്പോ അതിന്റെ മോനെ പാടിക്കോ മോനെ, കുഴപ്പമില്ല. ഗംഗ മോനെ ബാക്കി പോരട്ടെ. അടിപൊളിയായി കുട്ട. ശ്രുതിയിൽ ഒന്ന് പാടാൻ പറ ചെല്ലു ചേട്ടാ. ശ്രുതിയിൽ നന്നായിരുന്നു, മനോഹരമായി. ചേർത്ത് ഒന്നുകൂടി. ആ ശ്രുതിയിൽ താഴോട്ട് കൊടുക്കും മോനെ. ചരണം അനുപല്ലവി, പല്ലവി, തുണ്ടുപല്ലവി. മോനെ ഏതായാലും നമ്മുടെ ബാലചേട്ടന്റെ പെർഫോമൻസിന് ശേഷം വേദിയിൽ എത്തുകയാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന മറ്റൊരു താരം. നിരവധി ഗാനമേളകളിലൂടെ അടിപൊളി സിനിമാറ്റിക് ഡാൻസിനൊപ്പം ചുവടുകൾ വെച്ച് നിരവധി ഗാനങ്ങൾ ആലപിച്ച നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന സുപ്രസിദ്ധ ഗായിക മിസ് മായ. വെൽക്കം മായ. നിറഞ്ഞ
മായയുടെ അടിപൊളി പെർഫോമൻസ് ആണ് നീ വേദിയിൽ നിൽക്കാൻ പോകുന്നത്. മായ, മോളെ കൊള്ളാം കേട്ടോ. താങ്ക് യു സാർ. മോള് മനോഹരമായിരിക്കുന്നല്ലോ മായ. മായ, ഈ മുടിയൊക്കെ എങ്ങനെയാ മോളെ ചെയ്തെടുത്ത്? ഭയങ്കര ബ്രൗൺ ചെയ്യാൻ ഒരുപാട് കാശൊക്കെ വേണ്ടേ? ഇതല്ല സാർ, എനിക്ക് ഇഷ്ടിക കളത്തിലല്ലേ ജോലി. അപ്പൊ ഇഷ്ടിക ചുവന്ന് ഈ കളറായതാ. ഓ ശരി. മോളെ ഏത് പാട്ടാ പാടുന്നത്? ഈ നേരത്തിൽ അത് പാടി തകർത്തോ മോളെ. മോനെ മ്യൂസിക് ഒന്നും ഇട്ടോ, പാട്ടും ഡാൻസും കൂടെ ഒരുമിച്ചാ ഗംഭീര പെർഫോമൻസ് ആ വരാൻ പോകുന്നത്. ഓർക്കസ്ട്ര റെഡിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് എ മേരത്. നന്നായിരുന്നു മോളെ. താങ്ക് യു സാർ. മോളെ കൂടി കയറി വന്നില്ലേ? മോളെ കൂടി കയറി വന്നില്ല ആദ്യം. അപ്പൊ സംഗതി ഒന്നും തോന്നില്ല. ഇല്ല, മോളാ പെർഫോമൻസിൽ എന്നാ സംഗതിയാ. മോൾക്ക് ദൈവം വാരി കോരി വന്നിരിക്കുക സംഗതി. കീപ് ഇറ്റ് അപ്പ്. അതൊന്നും കളയരുത് കേട്ടോ മോളെ. ഇല്ല സാർ. മോളെ മനോഹരമായി പാടി കേട്ടോ, നന്നായിട്ട് പാടി. മോളെ വേറെ കാര്യം മോളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഏത് പാട്ട് പാടുന്നത് ഫാസ്റ്റ് ഫുഡ് ഇടയ്ക്കൊക്കെ പോയല്ലോ മോളെ. മോള് തുടങ്ങിയില്ലേ? അതൊക്കെ വളരെ ഗംഭീരമായിരുന്നു. അത് ഇടയ്ക്ക് വെച്ചൊന്ന് പോയില്ലല്ലോ. അത് മോളെ മോള് പാട്ടും ഡാൻസും കൂടി ഒരുമിച്ച് വന്നപ്പോ പോയി മോളെ. ഇല്ല, പോയില്ലായിരുന്നു. മോളാ ടോപ്പ് പാടിയില്ലേ? മോള് പാടിക്ക്. ആ ടോപ്പ് എത്തിയില്ലേ? അവിടെ വെച്ചൊന്ന് പോയി. മോളെ ഓർത്ത് നോക്കി. പോയി. എവിടെ വെച്ചാ? ഇങ്ങനെ ഇവിടെ. എങ്ങനെ വെച്ചാ? എന്ന് പറഞ്ഞപ്പോ. എവിടെ? എങ്ങനെയായിരുന്നു? ഇങ്ങനെ അങ്ങനെ ഇരുന്നപ്പോ പോയോ? മോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നടക്കുമ്പോൾ ശുദ്ധമായ സംഗീതം പോകാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്തായാലും നന്നായി മോളെ. തെണ്ടിക്കോ. എനിക്ക് മാർക്കും SMS ഒന്നും വേണ്ട. കൂലിപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് വീടൊക്കെ വിറ്റ് ഞാൻ ഈ പരിപാടിക്ക് വന്നത്. എനിക്കിനി ആരെങ്കിലും ഒരു ജീവിതം തന്നാൽ മതി. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കാമോ? മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇതുപോലെ ആർക്കും വേണ്ടാത്തവരെയും ആരും ഇല്ലാത്തവരെയും സ്പോൺസർ ചെയ്യുന്ന, എന്തിന് പറന്നുപോണ കാക്കേനെ വരെ സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് സ്വാഗതം ചെയ്യാം ആ സ്പോൺസറെ. കഡ്ഡസ് ജുവലറി, ഇനി മുതൽ കഡ്ഡസിന്റെ സ്വർണ്ണ തിളക്കം. മോള് ഗോളടിച്ചല്ലോ. ഇനി മുതൽ മോൾ ആരാ? ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ആർക്ക്
ആർക്കും എപ്പോ വേണേലും പർച്ചേസ് ചെയ്യാം. ഇവളിപ്പോൾ സലാലയിലും തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. പ്രിയമുള്ളവരെ, അടുത്തതായി വേദിയിൽ ഒരു അടിപൊളി കവാലി ഗാനമാണ്. ഈ ഗാനം ആലപിക്കുന്നത് മിന്നലെ എന്ന സുപ്രസിദ്ധ സംഗീത പരിപാടിയിലൂടെ ജനശ്രദ്ധയെ ആകർഷിച്ച നസീറും ഐഡിയ സ്റ്റാർ സിംഗർ 2008 പാർട്ടിസിപ്പന്റ് മിസ്റ്റർ മണികണ്ഠദാസും ചേർന്ന്.
തള്ള എന്തിരിത്? തള്ളേ മുട വേണ്ട ഏട്ടാ, മുട കണ്ടാൽ ഇടപെടുവണ്ണ. യവൻ പുലിയാണ് കേട്ടാ, പുലിയല്ല പുപ്പുലി. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും ഈ തിരുവനന്തപുരം ഭാഷ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോഴും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു താരത്തെയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയ താരസുര അണ്ണൻ. യവൻ പുലിയാണ് ഏട്ടാ. നമസ്കാരം. ഈ പ്രതിഭാസംഗമം പരിപാടിയിൽ എന്ത് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്തും ചെയ്യും. ഇപ്പൊ കൂടുതലായിട്ട് പ്രതിഭാസംഗമം പരിപാടിയിൽ കണ്ടുവരുന്നത് സിനിമാ താരങ്ങളുടെ ശബ്ദവും രൂപവും ഭാവവും ഒക്കെയാണ്. അപ്പൊ ആരെയാണ് ആദ്യം അനുകരിക്കാൻ പോകുന്നത്? ആദ്യം ആരെന്ന് സാറ് പറഞ്ഞാൽ മതി. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നരേന്ദ്രപ്രസാദ്, മലയാള സിനിമയുടെ നിരവധി നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മൺമറഞ്ഞു പോയ നരേന്ദ്രപ്രസാദിനെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. നരേന്ദ്രപ്രസാദ് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. അതായത് ഈ നാരങ്ങ ഒന്ന് പുഴിഞ്ഞാൻ പഠിച്ചാൽ മതി. 2 നാരങ്ങ എടുക്കുക, കയ്യിൽ വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എറിഞ്ഞ് പിടിക്കണം. കണ്ട ഇനി മുന്നിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ അസലായിട്ട് കൊഞ്ഞനം കുത്തണം. അതൊക്കെ എല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആ വെട്ടുപോലും കഴിഞ്ഞിട്ട് നേരെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നരേന്ദ്രപ്രസാദ് ആവും. 16 കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുവാരെ കയ്യിലെടുത്ത് ഈ അപ്പൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറന്ന് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂറ് നിലമൊത്തട്ടെ എന്നിട്ട് ആലോചിക്കാം. അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം ഇനി എനിക്കൊന്നും പറയാനില്ല. കേൾക്കാനും ആയുഷിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചുകൊള്ളുക. ആയുഷ്മാൻ ഭവ. അടിപൊളി. താങ്ക് യു. ഇനി അടുത്തത് നമ്മുടെ മധുസാറില്ലേ? മധുസാറിനെ പഠിക്കാൻ വളരെ ഈസിയാണ്. സൈക്കിൾ വെട്ടാൻ പഠിച്ചാൽ മാത്രം മതി. എല്ലാവർക്കും അറിയാം. സൈക്കിൾ എന്ന് പറഞ്ഞാൽ കാലുകൊണ്ടല്ല, കൈകൊണ്ട്. സൈക്കിൾ വെട്ടി നിർത്തുക, റിവേഴ്സ് കറക്കുക, ഇടയ്ക്കിടയ്ക്ക് ഭാവാഭിനയം പൊട്ടി വിരിയുന്ന കാണാം. എന്താ നോക്കിയോ, കണ്ട വന്നിറങ്ങണ കണ്ട വന്ന് തള്ളിയിട്ട് പോയത് കണ്ട. ഇനി പ്രശസ്തമായ ഡയലോഗ്. രാഘവ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ കല്യാണിയമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായി നിനക്ക് എന്താടാ ബന്ധം? ചോദിച്ചത് കേട്ടില്ലേ? പ്രേമമെന്നും മണ്ണാങ്കട്ടെന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്കവള് വേണ്ടതായി. ഇല്ലടാ പട്ടി, പൊക്കതിന്റെ മുമ്പിന് പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം സൈഡിൽ നിന്ന് കുറച്ച് ഭാവാവിനെയും വാരി വിതറ. അത് നമുക്കുള്ളതല്ല, നാട്ടുകാർക്കുള്ളതാണ്. പോകാൻ. അതിനുശേഷം തിരിയൂ. അപ്പൊ ഇനി നമ്മുടെ മെഗാതാരം മമ്മൂട്ടി മോഹൻലാലിനൊക്കെ ഇപ്പൊ എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. ലാലേട്ടനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇടത്തെ തോള് 90 ഡിഗ്രി ചരിഞ്ഞിരിക്കണം. ലാലേട്ടനെ പഠിക്കാൻ വളരെ ഈസിയാണ്. 90 ഡിഗ്രി ചരിഞ്ഞിട്ട് ഒരു ഫുട്ബോൾ, അത് ബാള് ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക, തട്ടിത്തെറിപ്പിക്കുക. അതാ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലാലേട്ടന്റെ ആക്ഷൻ റെഡിയായി. പിന്നെ വരുന്ന ഡയലോഗ്, ശേഖര, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. നീ അനുകൂലമാക്കിയ അതേ ഉത്സവം ഇത്രയും പുരുഷാരവ് നോക്കി നിൽക്കേ. ഞാൻ നിന്നെ തല്ലാൻ പോവാ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂക്ക വരുമ്പോൾ അറിയാലോ, ഷൂ ഒക്കെ ക്ലിയർ ആയിട്ട് ഇട്ടിട്ട് 2 കൈയും ബാക്ക് പിടിക്കുക, അസലായിട്ട് വരിക. ഫസ്റ്റ് ഡയലോഗിന് തന്നെ ഇടത്തെ കുത്ത്, അതായത് ഇവിടെ 2 ഇഷ്ടിക വെച്ചേക്കും, നടുക്ക് ചാന്തിട്ട് നിറയ്ക്കുക. രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന്ത് ഇറക്കണം. സെന്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രമേ 2 കൈയും കൊണ്ട് നിറയ്ക്കണം, കാരണം ഇത് മൈക്കാടല്ല, അടങ്കലാണ്. പിന്നെ പ്രശസ്തമായ ഡയലോഗ്, ഏത് ഡയലോഗ് വേണമെന്ന് പറഞ്ഞാൽ മതി. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമ്പാണ് തട്ടി മുളയാണ് വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊന്മണം കൊടുത്തവൻ ചന്തു. മാറ്റം ചോദിച്ചപ്പോ മറന്നു കുറഞ്ഞ് കളവ് പറഞ്ഞു ചന്തു. ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി പൊട്ടണം, ആ രീതിയിലായിരിക്കണം. പിന്നെ ഇത് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ മമ്മൂട്ടി മോഹൻലാൽ അറിയാമെങ്കിൽ വളരെ ഈസിയാണ് സുരേഷ് ഗോപിയെ ഇമിറ്റേറ്റ് ചെയ്യാൻ. മമ്മൂട്ടി മോഹൻലാൽ, ഇത് സ്പീഡാക്കിയാൽ മാത്രം മതി. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മമ്മൂട്ടി മോഹൻലാൽ, ഇടയ്ക്ക് ചാണകം കൂടെ കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ടൈമിങ്ങിന് ചവിട്ടണം. നോക്കിയോ, മമ്മൂട്ടി മോഹൻലാൽ കണ്ട, ഇതെല്ലാം കൂടെ കൂടിയതാണ്. ഇനി എന്ത് ചോദിച്ചാലും വേണ്ട എന്ന് കൂടെ പറഞ്ഞേക്കണം, അപ്പോഴേ കറക്റ്റ് ഫിഗറും വരും. ബിരിയാണി വേണോ? വേണ്ട. മട്ടൺ വേണ്ട. ചിക്കൻ വേണ്ട. ബീഫ് വേണ്ട. അടിപൊളി. അപ്പൊ ഇനി അടുത്തത് 2 പെഗ് എടുക്കട്ടെ. സോഡ വേണ്ട. അടിപൊളി. ഇതുപോലെ ഇത്ര മതി സുരേഷ് ഗോപി. ഓക്കെ. ഈ ബിന്ദു പണിക്കരുടെ ശബ്ദം ഭയങ്കരമായിട്ട് അനുകരിക്കുന്നത്. ബിന്ദു പണിക്കർ
ഏടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. അടിപൊളി. ഇനി ആരെയാ വേണ്ടത്? നസീറിനെ ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് പുള്ളിക്ക് ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ്. ചാണകം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കയറി ചവിട്ടും. അതുകൊണ്ട് നടന്നു വരുമ്പോ ഏതൊരു വ്യക്തിക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഞാൻ നടന്നു വരുമ്പോ ദേ ചാണകത്തെ ചവിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പ്രേം നസീർ ആവും. ഓഹോ, നോക്കിയോണേ. ഓക്കെ, റെഡി. ഓഹോ, നോക്കിയോണേ. ഓക്കെ, റെഡി. ചാണകത്തി ചവിട്ടി. ആരെങ്കിലും വിളിക്കുന്നതാണ്, ഒന്ന് ഇളക്കി തരുമെന്ന്. ആരും വന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് ഇളക്കാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്ക് കറക്റ്റ് പുള്ളിയുടെ ഡാൻസും ആവും. അടിപൊളി. ഇത്രയേ ഉള്ളൂ. ഈ ചാണകം ഇളക്കാൻ ശ്രമിക്കുക, പുള്ളിയുടെ ഡാൻസ് ആവും. അപ്പോ എനിക്ക് വേറൊരു സംശയം. നമ്മുടെ ഈ ഇന്ത്യൻ സിനിമയിലെ ഒരു ഉലകനായകനല്ല, നമ്മുടെ ഈ നടന ഇതിഹാസം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ആരാ? രജനീകാന്ത്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എങ്ങനെയാണ്? രജനീകാന്തിന് ചാണകം എന്ന് പറഞ്ഞാലേ പേടിയാണ്. പേടിപ്പിച്ചാ മതി. ഇതേ ചാണകമുണ്ട്, ഇതേ ചാണകമുണ്ടെന്ന് പേടിപ്പിച്ചാൽ മതി, രജനീകാന്തായി മാറും. ഇതാ നോക്കിക്കോളൂ. നടന്നു വരുമ്പോ ഇതേ ചാണകമുണ്ടെന്ന് പേടിപ്പിച്ചോളൂ. ഓക്കെ. ഇത്രേ ഉള്ളു രജനീകാന്ത്. ഇനി സത്യം ഭാഷ പഠിക്കാൻ വളരെ ഈസിയാണ്. നമ്മുടെ കോട്ടിട്ട് ചില ആൾക്കാരൊക്കെ വന്നിരിക്കും, ബഹുമാന്യരായ ചില ആൾക്കാരൊക്കെ കോട്ടിട്ടുണ്ട്, വളരെ എക്സിക്യൂട്ടീവ് സ്റ്റൈല്. അവര് തന്നെ കോട്ടൊക്കെ സൂട്ടൊക്കെ ഇട്ടിട്ട് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ കറക്റ്റ് സത്യമാഷാവും. ശ്രദ്ധിച്ചാൽ മതി. കോട്ട് സൂട്ടൊക്കെ ഇൻഷർട്ട് ചെയ്തിട്ട് മീൻ പിടിക്കാനായിട്ട് ഒരു വ്യക്തി ഇതാ ഇവിടെ നിൽക്കുകയാണ്. കുളത്തിലേക്ക് ചൂണ്ടയിട്ടേക്കാണ്. ഈ ചൂണ്ടയ്ക്ക് ഇടയ്ക്ക് മീൻ കൊത്തിക്കൊണ്ടു. ഇതാ നോക്കിയോ, ഇപ്പൊ സത്യമാഷാവും. കൈകളുടെ സംഭരം. ഇനി രണ്ട് കൈയിലും ചൂണ്ടയിടുമ്പോ കറക്റ്റ് സത്യമാഷായി മാറും. നടത്തയെല്ലാം അമ്മ ഫുൾ കട്ടിങ്സ് ആണ്. ഇനി ആരാ വേണ്ടത്? ഇനിയിപ്പോ വെറൈറ്റി ആയിട്ട് ആരെ ചെയ്യാൻ പറ്റും? ആരെ നിങ്ങൾക്ക് ആര് വേണമെന്ന് പറഞ്ഞാൽ ചെയ്യാം. യുവർ ചോയ്സ്. ജോസ് പ്രകാശ്. ഹലോ മിസ്റ്റർ ഓമനകുട്ടൻ, ഹൗ ആർ യു? താങ്കൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹാപ്പി റംസാൻ, ഹാപ്പി ഈദ് മുബാറക്. എന്തുവാണ് ഇവിടെ വെട്ട വിളിച്ചൊന്നുമില്ലേ? ഇതാണോ ക്രിക്കറ്റ് കളി? ഒരുത്ത ബാളെടുത്തെറിയുന്നു, മറ്റവൻ അടിച്ചു കളയുന്നു. അടിച്ചു കളയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് പുല്ല് കളിക്കുന്നത്? അടിപൊളി, സൂപ്പർ. അടുത്തൊരു വെറൈറ്റി ആയിട്ട് എന്താണ് എനിക്ക് അറിയണം. ഈ ആരെ? മാമുക്കോയോ? സുരാജ് തള്ള എന്തൊരു പോലെ പോളക്കണേ, ഇതെന്തൊരു പൊടുത്തോടിക്കണേ എന്റെ കുഞ്ഞന്മാരെ മാപ്പിള. ഓക്കെ. അപ്പൊ ഏതായാലും നമുക്ക് ഇത്രയും നേരം സുരാജ് ഇവിടെ കിടന്ന് പണിയെടുത്തല്ലേ, സുരാജിനൊരു പണി കൊടുക്കാം നമുക്ക്. ഏതായാലും അടുത്തത് ഞാൻ ഒരു താരത്തെ പറയാതെ അനുകരിക്കില്ല എന്ന് നോക്കാം. മലയാള സിനിമയിൽ വന്നൊരു യുവതാരമാണ്. ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധിക്കപ്പെട്ടു പോയൊരു താരം. ആരാണ്? ആ ജയസൂര്യനെ ഒന്ന് പറയിപ്പിക്കാൻ നോക്കാം. ജയസൂര്യയുടെ ശബ്ദം ഒന്ന് അനുകരിച്ച്. അയ്യോ എന്തൊരു ചിരി. ജയസൂര്യൻ അങ്ങ് പണഞ്ഞു കൊടുത്ത്. ഇനിയിപ്പോ ബാക്കിയുള്ള നെല്ല് ചെയ്യാനുള്ളത്. അല്ല, ഒന്ന് അനുകരിക്കും. അല്ല, ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ട് ജയസൂണിയ നിങ്ങളങ്ങ് പണഞ്ഞ്. ഇനിയിപ്പോ നമ്മളാ ചെയ്യാനുള്ളത്. അല്ല, ബാക്കിയുള്ള എല്ലാവരുടെയും ശബ്ദം അനുകരിച്ച് കേട്ടിട്ടുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, സുരേഷ് ഗോപി, ദിലീപ് വരെ അനുകരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ നീയും പ്രശാന്ത് നീയും കൂടെ അവരുടെ സൈഡിൽ നിൽക്കണം. അല്ല, എനിക്കിതൊന്ന് കേൾക്കണം. ഇത് കേട്ടാലേ എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഞാൻ പഠിച്ചു. ജയസൂര്യ നിനക്ക് വച്ചിട്ടുണ്ട്. കൂടെ വന്നിട്ട് എന്നെ പണി തരണേ. ഇതൊക്കെ കേട്ടാ മതി. ഇത് ഊമ പെണ്ണിന് ഉരിയാടാ പയ്യെന്ന സിനിമയിലെ ജയസൂര്യയുടെ സൗണ്ടാ. നമ്മക്കിട്ടാ പണി. പോയെന്ന്. താങ്ക് യു. मोहब्बत वाला अखियों में ऐसा डाला
കുടുംബസദസ്സുകളുടെ പ്രിയതാരം ശ്രീ ജയറാം ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയ ഒരു ചിത്രമായിരുന്നു അക്കു അക്ബർ സംവിധാനം ചെയ്ത വെറുതെ ഒരു ഭാര്യ. ഗോപികയും ജയറാമും നായികാനായകന്മാരായി അഭിനയിച്ച് വൻ ഹിറ്റ് കളക്ഷൻ നേടിയ വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിൻ്റെ ശക്തമായ ആ പ്രമേയം ഞങ്ങൾ ഒന്ന് ഹാസ്യവൽക്കരിക്കുകയാണ്. ഹാസ്യത്തിനു വേണ്ടി മാത്രം. വെറുതെ ഒരു പാത്തുമ്മ. അബേ എന്റെ നാടൊടിഞ്ഞു. തുടങ്ങി മനുഷ്യന്റെ ലേലം വിളി. ഒരു നേരം വെറുതെ ഇരുത്തൂലാന്നേ. എന്തോ കണ്ട കറക്റ്റ് പേര് വിളിച്ചപ്പോ പോത്ത് വിളി കേട്ട്. എടി ഒരു ഗ്ലാസ് ചായക്കും വേണ്ടി എത്ര നേരം ഞാൻ അവിടെ കുത്തിരിക്കണടി. ഏതോ മനുഷ്യനെ നിങ്ങളാ അടുക്കള വഴിയല്ലേ ഈ പിന്നാമ്പുറത്തേക്ക് വന്നത്? ഇവിടെ വരെ വരുന്നതിന്റെ പകുതി വഴിയല്ല അടുക്കളയിലേക്കുള്ളോ. അവിടുന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചാ നിങ്ങളുടെ കയ്യില് വാച്ചൂരി പോവോ? അത് ശരി. അപ്പൊ എന്താ റെസ്റ്റ് എടുക്കുക? അല്ല മനുഷ്യനെ, മരിക്കാൻ പോണേലും മുമ്പ് കുറച്ച് ശ്വാസം എടുക്കുക. ഒന്ന് ശ്വാസം വിടാൻ പോലും സമയമില്ലാണ്ടിരിക്കാൻ എന്ത് മലമറക്കണ പണിയാടി അനക്കിവിടെ? ഇതില് നല്ലത് മല മറിക്കണ. ഞാൻ ഈ കുടുംബത്തെ ചെയ്യണ പണിയൊക്കെ പിന്നെ നിങ്ങളാ ചെയ്യണേ. ഈ ചെയ്യണ പണിയൊക്കെ ഞാൻ ചെയ്യാടി. ഞാൻ ചെയ്യണ പണിയൊക്കെ ഇജ്ജ് ചെയ്. അതിന് നിങ്ങൾക്ക് എന്താ എത്ര വലിയ പണി? വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും തേരാപാര നടക്കണതാ. പിന്നെ ഇന്റെ കടയിൽ ഇരിക്കോടി. ഒരു കട, ആർക്കും വേണ്ടാത്തൊരു മുറുക്കാൻ കടയില് വല്ലപ്പോഴും 2 നാരങ്ങ പിഴിയണം. ഇതപ്പോ എത്ര വലിയ പണി? ഇന്ന് ആ നാരങ്ങ ഞാൻ പിഴിയാ. ഇന്റെ നാരങ്ങം കൂടെ പിഴിയാലോ. ഇന്നെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഈ കോലത്തിലാക്കിയില്ലോ. എടി ചെമ്മീൻ തുള്ളിയ മുട്ടോളം പിന്നെയും തുള്ളിയാലോ ചട്ടിയില. അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർത്തോ, പെണ്ണെന്നും പെണ്ണ. എന്ന് വഴക്കുണ്ടായാലും നിങ്ങൾ പറയണ കേക്കാലോ. പെണ്ണെന്നും പെണ്ണ, പെണ്ണെന്നും പെണ്ണാന്ന്. പെണ്ണെന്നും പെണ്ണെന്നെ. എന്താ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഒരു കുറവ്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 2 എണ്ണത്തിന്റെ കുറവുള്ളൂ. ഒന്ന് താടിയുടെയും ഒന്ന് മീശയുടെയും. വായിച്ച് പേടിപ്പിച്ചു. എടി ഹമുക്കെ, ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ ഒരു വണ്ടിയുടെ 2 ചക്രങ്ങളാ. അതിൽ ഒരെണ്ണം പഞ്ചറായ മതി, പിന്നെ വണ്ടി ഓടില്ല. അതിനല്ലേ വാപ്പ സ്റ്റെപ്പിനി? ഒരു സ്റ്റെപ്പിന് എപ്പോഴും നല്ലതാണ്. ചെറിയ വായാല് വലിയ വർത്താനം പറയണ. അവൾ അതും പറയും, അതിലപ്പുറവും പറയും. നിങ്ങടല്ലേ മോള്? അപ്പൊ നിങ്ങളല്ലേ എന്റെ ഉമ്മ? കടന്ന് പൊയ്ക്കയ്യോ അവിടുന്ന്, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും. അന്നെന്തിനാണ് ഇതിന്റെ ഇടയിലേക്ക് കെട്ടിയെടുത്ത്? ഞാൻ എത്ര നാളായി വാപ്പാനോട് ഒരു മൊബൈൽ മേടിച്ചു തരാൻ പറയണു. കുളി പഠിക്കണ എനക്കെന്തിനാണ് ഈ മൊബൈല്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അപ്പുറത്തെ വീട്ടിലെ ചുമന്ന കാറുള്ള ഒരു ചെക്കനായിട്ട് കയ്യാങ്കളി തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഇനി മൊബൈലും കൂടി മേടിച്ചു കൊടുത്താ ഓഫറിന്റെ കളിയായിരിക്കും. എന്തോഫർ? ഓന്റെ കൂടെ ഒളിച്ചോടുന്നു. അത് ശരി, അന്ന കുഴപ്പമില്ല. ഒളിച്ചോടുച്ചെങ്കിൽ ഞാൻ ഓൾക്കൊരു മൊബൈല് മേടിച്ചു കൊടുക്കാം. എന്ത് പ്രാന്താ മനുഷ്യങ്ങൾ പറയണേ? ഒരു മൊബൈലിന് 999 ഉറുപ്പിയുടെ ചെലവല്ലോ. ഇല്ലെങ്കിൽ 916 സ്വർണം കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ എത്ര മുടക്കണം? അപ്പൊ മൊബൈലല്ലേ ലാഭം? കേട്ടവളെ കുന്നു കുഴിച്ചുകൂടും ഞാൻ. അവളുടെ മൊബൈലി അതിനെങ്ങനെ ഉമ്മ വെയില് ചാടിയ മോള് മതില് ചാടൂലോ. എന്റെ അല്ലേ മോള്? അപ്പൊ നിങ്ങളല്ലേ എന്റെ വാപ്പ? എന്നാണ് എന്റെ വിശ്വാസം. അത് അന്ധവിശ്വാസം ആവാ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. പണ്ട് വഴക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നിങ്ങൾ എന്റെ ചാരിതാർത്ഥ്യത്തെയാണ് സംശയിച്ചിരിക്കുന്നത്. ചാരിത്രത്തെ അതിനെയാണ് സംശയിച്ചിരിക്കുന്നത്. നിങ്ങൾ മനുഷ്യനല്ല, മൃഗാണ് മൃഗം. ഞാനൊരു പുരുഷനാണ്. എന്റെ നമുക്ക് ഈ പോയി എന്നെ കളിയാക്കാനും തുടങ്ങിയില്ലേ? എന്നെ ഞാൻ ഇട്ടിച്ച് കൊലക്ക് അരച്ച് കുടിച്ച് തോലാക്ക് ചൊല്ലി ഒരു നിയമ നടപടി ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞിക്കാതറ് നല്ല. ഞങ്ങള് പെണ്ണുങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ നേരെ മെക്കെട്ടുകാരനെ മഹിളാ സമാജത്തിലൊരു പരാതി കൊടുത്ത് നിങ്ങളൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര്
അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി, കേരളത്തിൽ ദാമ്പത്യ പ്രതിസന്ധി. ഖാദർക്ക പാത്തുമ്മ ദമ്പതികളുടെ കുടുംബ പ്രശ്നത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഒബാമ. ദാമ്പത്യ തകർച്ചയിലെത്തിയ ഈ ദമ്പതികളുമായുള്ള കൂടിക്കാഴ്ചയുടെ തത്സമയ സംപ്രേഷണം ഇപ്പോൾ സന്ധ്യാവിഷനിൽ. ദമ്പതികളോടൊപ്പം കേരള മഹിളാ സമാജം പ്രസിഡന്റ് മാംസലകുമാരിയും നിരീശ്വരവാദി പങ്കജാക്ഷനും പങ്കെടുക്കുന്നു. നമസ്കാരം, ഞാൻ നിതീഷ് കുമാർ, 37 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു. അത്തല പിത്തല തവളാച്ചി, ചുക്കുമരിക്കണ ചൂലാപ്പി, മറിയം വന്ന് വിളക്കൂതി. ഫു ഫു ഫു. എന്താ ഈ പറയണ്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? വെറുതെയാണോ ഭാര്യ, വെറുതെയാണോ ഭർത്താവ് എന്ന ചോദ്യത്തിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വെറുതെ ഒന്ന് കടന്നു ചെല്ലാം. പങ്കെടുക്കുന്നു ഖാദർ പാത്തുമ്മ ദമ്പതികൾ, ഒപ്പം മഹിളാ സമാജം പ്രസിഡന്റ് മാംസലകുമാരിയും നിരീശ്വരവാദി യുക്തിവാദി പങ്കജാക്ഷനും. ഖാദർക്കിൽ നിന്നും തുടങ്ങാം. പറയൂ ഖാദർക്ക, എങ്ങനെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം? അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരാം. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കുകയും സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസലകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്? അതായത് ഈ സ്ത്രീകളുടെ മൂല്യച്യുതിയിലേക്ക് തിരിച്ചു വരാം. പറയൂ പങ്കജാക്ഷൻ. ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസാരത്തിൽ മന്ദഗതികളുമാണ്. ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈശ്വര സാക്ഷിയായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. അതായത് വളരെ നന്ദി പങ്കജാക്ഷൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. അവിടുന്നും പോയി. ഖാദർക്ക, അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം. അതെ, ഈ മറുപടി പറയിപ്പിക്കുച്ചിങ് മാത്രം ചോദിച്ചാൽ മതി. തീർച്ചയായും. വിവാഹശേഷം പാത്തുമ്മയ്ക്ക് സമാധാനം കൊടുക്കാത്ത, സന്തോഷം നൽകാത്ത, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മെക്കിട്ട് കയറുന്ന കച്ചറ സ്വഭാവക്കാരനാണോ ഖാദർക്ക? എന്താ എന്റെ നിതീഷ് മോനെ ഇങ്ങനെ കണ്ണിച്ചോരല്ലാണ്ട് പറയണത്? ഷാജഹാൻ ചക്രവർത്തി മുംതാസിനെ സ്നേഹിച്ച പോലെയാണ് ഞാൻ ഈ പഹിച്ചിനെ സ്നേഹിക്കണത്, അറിയോ? ഇത്രയും കടുത്ത പ്രേമമാണെങ്കിൽ ഇത്താക്ക് വേണ്ടി താജ്മഹൽ പണിയുമോ? പണിയോന്നാ? അതിനു വേണ്ടി സ്ഥലം വരെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിന് ഈ പഹിച്ചൊന്നും മയ്യത്തായി കിട്ടണ്ടേ? വളരെ നല്ല മറുപടി പാത്തുമ്മ. ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക്. ഞാൻ ഓർത്തു പോകുന്നു ആ കവിത. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ. അഭിനന്ദനം, അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം. എന്തു പറയുന്നു? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര, എന്തു പറയുന്നു? ചെരുപ്പ്. കറക്റ്റ്. കേരളം പോലെയല്ല ഇന്ത്യ, ഇന്ത്യ പോലെയല്ല ഭാരതം. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എന്താണ് അമേരിക്കയുടെ സംസ്കാരം? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എനി ടൈം ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാം, പക്ഷെ മൂത്രമൊഴിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ എങ്ങനെയാണോ? പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും മൂത്രമൊഴിക്കാം, പക്ഷെ ചുംബിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഇതുപോലുള്ള ദമ്പതികളുടെ ഇടയിൽ പ്രണയം ഉണ്ടാകും? എന്തു പറയുന്നു മാംസല? എന്തായാലും ഇത്തരം കൾച്ചർ ഇല്ലാത്ത കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പൊതുവഴിയിൽ യൂറിൻ പാസ് ചെയ്യുന്നതാണോ പ്രണയം? എത്രയോ നല്ല പ്രണയ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെ നായകന്മാരെ പോലെ ഇവർക്ക് പ്രണയിച്ച് ജീവിച്ചൂടെ? എന്താ ഈ ഹംക്ക് പറയണ്? എടോ മാംസളെ, സിനിമയില് നായകന്മാര് പ്രേമിച്ച് സ്നേഹിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞാ അവർക്ക് ആ ഷൂട്ടിംഗ് കഴിയുമ്പോ കൈ നിറച്ച് കാശ് കിട്ടും. ഈ വക വീസകളുടെ പിന്നാലെ പ്രേമിച്ച് നടന്ന 10ന്റെ പൈസ കിട്ടുമോ? മിസ്റ്റർ ഖാദർ, മൈൻഡ് യുവർ വേർഡ്സ്. യെസ്, യെസ്. ആ പദവിയുടെ അർത്ഥം അറിയോ എനിക്ക്? അതറിയണമെങ്കിൽ ഇന്ത്യ എന്താന്ന് മനസ്സിലാക്കണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്തിൽ നിന്ന് ഈയൊന്നും പഠിച്ച് മനസ്സിലാക്കിയ ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സ്റ്റെപ്പ് അപ്പ് ഉണ്ടാവണം, ട്രാൻസ്ഫോമർ ഉണ്ടാവണം, സോഡ ഉണ്ടാവണം, ഗ്ലാസ് ഉണ്ടാവണം, അച്ചാർ ഉണ്ടാവണം. ഇതൊന്നുമില്ലെങ്കിൽ അതുപോലെ തലയ്ക്ക് പ്രാന്തെങ്കിലും ഉണ്ടാവണം. ഇങ്ങനെ ഒരു ലൈസൻസും ഇല്ലാതെ പുരുഷന്മാരെ അവഹേളിക്കുന്നതാണ് നിങ്ങളെ പോലുള്ള വിവരം കണ്ട സ്ത്രീകളുടെ പരാജയം. സത്യത്തിൽ അതാണോ പരാജയം? എന്തോന്ന് പരാജയം? മൂക്കറ്റം വെള്ളമടിച്ച് വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കി ഭാര്യക്കും മക്കൾക്കും മാനക്കേടുണ്ടാക്കുന്ന ഇത്തരം നികൃഷ്ട ജീവികളോട് സ്ത്രീകൾ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇനി സ്ത്രീകളെ അടക്കി ഭരിക്കാൻ ഒരു പുരുഷന്മാരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. മിസിസ് മാംസളം, പുരുഷന്മാരെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. അടച്ചല്ല, നിങ്ങളൊക്കെ അടിച്ചാണ് ആക്ഷേപിക്കേണ്ടത്. എന്തിനധികം പറയുന്നു? നിങ്ങൾ ഏതൊരു പത്രവാർത്തയും എടുത്തു നോക്കൂ. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം അവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി മരിച്ചു, ഇവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി മരിച്ചു. എവിടെയെങ്കിലും ഒരു പുരുഷൻ സ്റ്റൗ പൊട്ടി മരിച്ചായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ പങ്കജാക്ഷൻ? അവളുടെ ഒരു സ്റ്റൗ തെങ്ങിന്റെ മേളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു, ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു. എപ്പോഴെങ്കിലും ഇതിന്റെ ഒക്കെ മേളിൽ നിന്ന് വീണ് ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, എത്രയെത്ര ആനപ്പാപ്പന്മാർ ആന ചവിട്ടി മരിക്കുന്നു. ഇതുവരെ ഏതെങ്കിലും ഒരു ആന പാപ്പി ആന ചവിട്ടി മരിച്ചിട്ടുണ്ടോ? എന്നിട്ട് അവളൊരു തുരുമ്പ് പിടിച്ച സ്റ്റൗവുമായി വന്നിരിക്കുന്നു. ഇവളുടെ പല്ലടിച്ചു ഒഴിക്കാൻ ആളില്ലാണ്ടാണ്. ഇങ്ങോട്ട് വാട അടിച്ചു ഒഴിക്കാൻ. എന്റെ കൈ രണ്ടും ചന്തയ്ക്ക് പോകും. ഇതുപോലെ ചന്ത വളർത്താതെ പറയൂ. അത്രക്കായോ?
ചർച്ച വഴി തെറ്റുന്നു, വാക്കുകൾ അതിര് കടക്കുന്നു, കാക്കയും താത്തയും കണ്ണു തള്ളുന്നു, മൊത്തത്തിൽ കുളമാകുന്നു. നിന്ന് കഥാപ്രസംഗം പറയാൻ ഇങ്ങോട്ട് മാറി നിൽക്കണ. ഇയാളെ രണ്ട് പൊട്ടിച്ചാലേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ. കൊല്ലം കുറെ ആയി ഈ കാലമോടെ ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. എന്നെ സഹിക്കണമെന്നാ? നിന്നെ പോലൊരു ഭൂതനെ ഇത്ര നാൾ സഹിച്ച എന്നെ ഭൂവിട്ട് പൂജിക്കണം. നിനക്കറിയോ നിതീഷ്, ഈ പിശാച് ഒപ്പിടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഡൈവോഴ്സ് ആവാതെ നടക്കുന്നത്. ഭാര്യയാണത്രേ, ഭാര്യ. ഒരു ഭർത്താവ് വന്നേക്കണ് അലവലാതി. നിർത്തണേ. അയ്യയ്യയ്യയ്യയ്യേ, ഒരു വിധം ഫാമിലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു കൂതറ ഫാമിലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവറ്റകളൊക്കെ വെച്ച് നോക്കുമ്പോ പാത്തുമ്മ, നമുക്ക് സ്വർഗല്ലേ സ്വർഗം. പറയാനുണ്ടാക്കാതിരിക്ക. ഇത് മഹിളാ സമാജല്ല, ലഹളാ സമാജ. അങ്ങനെ പറയ്. ഇതിന്ന് എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മുടെ പ്രശ്നം തീർക്കാൻ ഒരു മഹിളാ സമാജത്തിനും പറ്റില്ല, ഒരു സാഹിത്യകാരനും പറ്റില്ല, ഒരു ചാനലുകാരനും പറ്റില്ല. നമ്മൾ എന്നെ വിചാരിക്കണം. മനസ്സിലായാ? അപ്പൊ ഞങ്ങൾ ഒന്നായി. നിങ്ങൾ തമ്മിൽ എന്താണ് ഞാൻ ആയിക്കോ. ചർച്ച മതിയാക്കി ഒരു പാട്ടകട് ഇടോ. മഞ്ഞിൽ കുളിക്കും രാവേറെയായി നിന്റെ മെയ്യിൽ ചന്തം വാചാലമായൊരു മോഹം നെഞ്ചിൽ തേരോട്ടമായി മണി തത്തമ്മേ. ഇതിൽ നിന്നും ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു കുടുംബത്തിനും ജീവിത വിജയം വേണമെങ്കിൽ സ്ഥിര പരിശ്രമത്തെ ആത്മമിത്രമായും അനുഭവത്തെ ഉപദേശിയായും മുൻകരുതലിനെ ജ്യേഷ്ഠനായും മഹത്വത്തെ രക്ഷിതാവായും എടുക്കണം. അങ്ങനെയായാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും വെറുതെ ആകില്ല. വഴക്കുകൾ അവസാനിക്കുന്നു. നിതീഷ് കുമാർ, സന്ധ്യാവിഷൻ. മഞ്ഞിൽ കുളിക്കും രാവേറെയായി നിന്റെ മെയ്യിൽ ചന്തം വാചാലമായൊരു മോഹം നെഞ്ചിൽ.
സാക്ഷര കേരളം സുന്ദര കേരളം എന്നൊക്കെയാണെങ്കിലും ഇന്ന് കേരളത്തിൽ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഇന്ന് ഒരു തൊഴിൽ നേടണമെങ്കിൽ ധാരാളം കടമ്പകൾ കടക്കണം. അതിലൊന്നാണ് ഇൻ്റർവ്യൂ. ഇതാ ഇവിടെ നമ്മുടെ ദൃശ്യമാധ്യമ രംഗത്തെ ഒരു നമ്പർ 1 ചാനലിൽ നടക്കുന്ന ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. വേദിയിൽ ഇതാ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോ ഇൻ്റർവ്യൂ. ആരും ബഹളം വെക്കരുത്. ഇന്റർവ്യൂ കൃത്യം 10 മണിക്ക് തന്നെ ആരംഭിക്കും, അല്ല കൃത്യം 10 മണിക്ക് തന്നെ ആരംഭിക്കും. എല്ലാരും ഒന്ന് ക്യൂ പാലിക്കേ. എടാ ഉൽപ്പലാക്ഷ, ആരാണ് അവിടെ കിടന്ന് ബഹളം വെക്കരുത്? ഓരോരുത്തരായിട്ട് ചവിട്ടി അകത്തേക്ക് ഗെറ്റൗട്ട് അടിക്കണോ? പൃഥ്വിരാജിനെ പോലത്തെ ഒരാൾ വന്നിട്ടുണ്ട്. പൃഥ്വിരാജിനെ പോലെ. ആരെ പോലെ? പൃഥ്വിരാജ്. എന്റെ ദൈവമേ, ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പൃഥ്വിരാജിനെ. ഈശ്വര, പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആളാ. കേറ്റി വിടാ വൃത്തികെട്ട രാജിനെ ഇങ്ങോട്ട്. ഓ എന്റെ പൊന്നോ. ഇതെങ്ങാനും കടിക്കുക. എന്തെന്നാടാ മുടി കാണിച്ചു വെച്ചേക്കണത്? സ്ട്രൈറ്റ് ചെയ്തതാ. എന്തെന്ന്? മുടി സ്ട്രൈറ്റ് ചെയ്തതാ. ഞാൻ ഓർത്ത് കറണ്ട് അടിച്ചതായിരിക്കുമെന്ന്. എന്തു കോലവാടോ മൊത്തത്തില്. ഇത് സീജറമോ അല്ല, പിന്നെ ഇതിന്റെ പേരാണ് ചിത്തഭ്രമം. അതൊക്കെ പോട്ടെ, ഇവിടെ എന്തിനുള്ള ഇന്റർവ്യൂ ആണ് നടക്കണമെന്നുള്ള മനസ്സിലായ? 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടുന്ന ഇന്റർവ്യൂ. അത് തന്നെ മ്യൂസിക് റിയാലിറ്റി ഷോയിലേക്കുള്ള ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂവിനെ പഠിച്ച് പാസ്സായാൽ നിനക്ക് മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പോയി പാട്ട് പാടാം. അവിടെ പാട്ട് പാടി നേടിയാൽ 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടും. അറിയാലോ? അതറിയാം. എന്താണ് നിന്റെ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ബൂ. അത് ശരി. വീട്ടിലെന്ത് വിളിക്കും? വീട്ടിൽ അങ്ങനെ അമ്മ വിളിക്കണേ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിൽ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. അയ്യോ എടാ, വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ട് ആരുമില്ല, ഒക്കെ വോട്ടർമാരല്ലേ. അയ്യോ എടാ, വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? അങ്ങനെ പറ. ഒരാളേ ഉള്ളൂ? 1 ഡസൻ. അത് ശരി. അച്ഛൻ എന്താണ് ജോലി? അച്ഛന് റബ്ബർ വികസന കോർപ്പറേഷനിലാണ് ജോലി. റബ്ബർ വികസന കോർപ്പറേഷൻ? അതൊന്നും കോർപ്പറേഷൻ അതറിയാൻ പാടില്ലേ? ഇല്ല. ഈ അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിലൊക്കെ പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. എന്നിട്ട് നൂലിട്ട് കെട്ടും കൊടുക്കും 2 രൂപ വാങ്ങും. വീണ്ടും വികസിപ്പിക്കും, നൂലിട്ട് കെട്ടും കൊടുക്കും 2 രൂപ വാങ്ങും. ഇത് തന്നെ പരിപാടി. ബലൂൺ കച്ചവടം. അതിനാണ് റബ്ബർ വികസന കോർപ്പറേഷൻ. ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എക്സ്ക്യൂസ് മീ. ഹലോ നിന്നെ പറയല്ല വിളിക്കുന്നത്. ചവിട്ടിന്റെ എല്ലാം വിളിക്കും. വെക്കണ പോൽ. ആരാടോ? അച്ഛനാണെന്നേ. അത് ശരി. റബ്ബർ വികസന കോർപ്പറേഷൻ. അതെ. അപ്പൊ നിന്നോട് അമ്പലപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കാം. നമ്മൾ ഈ സാധാരണ ഉത്സവപ്പറമ്പിൽ കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ആന. ഏത് ഉത്സവപ്പറമ്പിൽ ചെന്നാലും ആനയെ കാണാം. ഈ ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന ആനയുടെ കണ്ണിൽ നിന്നും എന്തുകൊണ്ടാണ് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത്? അതറിയാൻ പാടില്ലേ? ഇല്ല. എന്റെ പൊന്ന് സാറേ, അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ എന്തോരെ കിളികിളി പോലത്തെ സുന്ദരിമാരായ പെൺപിള്ളേരെ വന്ന് നിക്കണേ. അതിന്റെ ഇടയിൽ ആന മാത്രം കറുത്തുരുണ്ട് കരിക്കട്ട പോലത്തെ ഒരു സാധനം. അതോർത്ത് മനപ്രയാസം കൊണ്ട് കരയണതാ. എന്റെ പൊന്നോ. അപ്പൊ ആനയുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം. നമ്മൾ ഈ സാധാരണ ആനയ്ക്കൊക്കെ ഹിന്ദു പേരുകളാണല്ലോ കൂടുതലായിട്ട് ഇടാറ്. മംഗലാംകുന്ന് ഗണപതി, പാമ്പാടി രാജശേഖരൻ, ഗുരുവായൂർ കേശവൻ, ഇങ്ങനെയുള്ള ഹിന്ദു പേരുകളാണ് ഇടാറ്. എന്തുകൊണ്ടാണ് ആനയ്ക്കൊരു ക്രിസ്ത്യൻ പേര് ഇതുവരെ ആരും ഇടാത്തത്? വേണമെങ്കിൽ ഇടാം. എങ്ങനെ? ഗുരുവായൂർ മത്തായി, ഗുരുവായൂർ വർഗീസ് എന്നൊക്കെ വേണമെങ്കിൽ ആനയ്ക്ക് ഇടാം. പക്ഷെ ഏത് പാത്രത്തിൽ കൊണ്ട് ഇതിനെ മാമോദിസ മുക്കും? പാത്രം വേണ്ടേ? അങ്ങനെ. ഈ സംഗീതവുമായി എന്താണ് ബന്ധം? ഒരു ബന്ധമില്ല. അവരുടെ അനിയത്തി രഞ്ജിനിയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച ഖത്തറിലെ സംഗീതമല്ല. പിന്നെ സംഗീതം, പാട്ട്, മ്യൂസിക്. പാട്ട്. എന്റെ ദൈവമേ, ഞാൻ ഒടുക്കത്തെ പാട്ടുകാരനല്ലേ. ഏത് ടൈപ്പിലുള്ള പാട്ടുകളാണ്? പോപ്പാണോ, റോക്കാണോ, മലയാളമാണോ, തമിഴാണോ? ഇതൊന്നുമല്ല. ഞാൻ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് പാടുന്ന പാട്ടുകളാണ് പാടാ. സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ. ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? എന്റെ വീട്ടിലാണെങ്കിൽ അയൽക്കൂട്ടോ കുടുംബശ്രീയൊക്കെ നടക്കണേ. അയൽക്കൂട്ടം. അപ്പൊ അവരെ കണ്ടുകൊണ്ട് ഇതിന് പാട്ട് പാടാം. അയൽക്കൂട്ടത്തെ കണ്ടുകൊണ്ട് എഴുതിയ പാട്ട്. ഓക്കെ, പിടിച്ചോ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടി വാ ശാന്തേവാ. സീരിയൽ തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം കൊലക്കേം കൊണ്ടോടി വാ ശാന്തേവാ. ശാന്തേവാ, ശാന്തേവാ. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. ഓക്കെ. നീ പാടി തുടങ്ങിയപ്പോ ഒരു ടെമ്പോ വന്നായിരുന്നു. പക്ഷെ പാടി തീരാറായപ്പോ വന്ന ടെമ്പോ അങ്ങോട്ട് പോയി. പൊക്കോട്ടെ, ഞാൻ ബസ്സിന് പൊക്കോളാം. സംഗതികൾ കംപ്ലീറ്റ് പുറത്തായിരുന്നു. ഇങ്ങോട്ട് വാ. എവിടെ പോണ്? പോവാം. മാന്യനാന്ന് വിചാരിച്ചെന്നിട്ട് പറഞ്ഞത് കേട്ടോ. എടോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ സംഗീതത്തിന്റെ മദനി, ആ മദനിയില്ലേ, ആ മദനി വന്നില്ല. മദനി വരൂല്ല. പുള്ളീനെ പരിപാടിക്ക് വിളിച്ചിട്ടില്ലല്ലോ. നിന്നോട് കുറച്ച് ജനറൽ നോളജ് ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാം. നമുക്ക് ആ ലോഡ്ജ് താമസിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലാട്ടാ. യാത് ലോഡ്ജ്? ജനറൽ ലോഡ്ജ്. ജനറൽ ലോഡ്ജ് അല്ല, ജനറൽ നോളജ്, പൊതുവിജ്ഞാനപരമായ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ഭൂമിയിലേക്ക് ആദ്യമായിട്ട് കുട്ടി ജനിച്ചു വീഴുമ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം അമ്മേ എന്ന് വിളിച്ച് കരയുന്നത്? അതിന്റെ അച്ഛനാരാന്നറിയാൻ പാടില്ലാത്തോണ്ട്.
സമ്മതിക്കണം, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല. അതാണ് അടുത്ത ചോദ്യം. താനിങ്ങനെ ഒറ്റയ്ക്ക് നടന്നൊരു കാട്ടിലേക്ക് പോകുന്നു. കാട്ടിൽ പോകുന്നു. പെട്ടെന്ന് തന്റെ മുമ്പിലേക്ക് ഒരു സിംഹം ചാടി വീഴുന്നു. ചാടി വീഴുന്നു. അപ്പോൾ താൻ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട, എല്ലാം സിംഹം വന്ന് ചെയ്തിട്ട് പൊക്കോളും. വെറുതെ നിന്നോർത്താ മതി. എന്റെ പൊന്നോ. അടുത്തത് വ്യത്യാസം പറയുക. നമ്മൾ സാധാരണ കഴിക്കാറുള്ള ആഹാര പദാർത്ഥങ്ങളാണ് സാമ്പാറും രസവും. സാമ്പാറും രസവും. ഈ സാമ്പാറും രസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? പറയട്ടെ. സാമ്പാർ കഴിച്ചാൽ നല്ല രസം കിട്ടും, പക്ഷെ രസം കഴിച്ച ഒരൊറ്റ സാമ്പാർ പോലും കിട്ടൂല. ഓക്കെ, അടുത്ത വ്യത്യാസം പറയുക. ചപ്പാത്തിയും ചിക്കൻ ഗുനിയായും തമ്മിലുള്ള വ്യത്യാസം പറയുക. പറയട്ടെ. ചിക്കൻ ഗുനിയ കൊതുക് പരത്തുന്നു, ചപ്പാത്തി നമ്മൾ തന്നെ പരത്തണം. മിടുക്കൻ. അടുത്തത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. എന്റെ ദൈവമേ, എനിക്ക് എന്നാ ഇഷ്ടമുള്ള കളിയാണെന്ന് അറിയാമോ? ക്രിക്കറ്റാ? പിന്നെ എങ്ങനെ? ഇന്നലെ കൂടി ഞാൻ 3 ഗോൾ അടിച്ച്. എടാ, ഈ ഗോളൊക്കെ അടിക്കുന്ന ടെന്നീസിലല്ലേ? അപ്പൊ കബഡിയുടെ കാര്യമല്ലേ പറയുന്നത്? എന്തെങ്കിലും ആവട്ടെ. ക്രിക്കറ്റ്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും വേഗതയേറിയ കളിക്കാരൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. കറക്റ്റ് ആൻസർ, വളരെ ശരിയാണ്. എങ്ങനെയാണ് ഉത്തരം കിട്ടിയത്? കളിക്കാനായിട്ട് ഗ്രൗണ്ടിട്ട് പോണേ കാണാം, അപ്പൊ തന്നെ തിരിച്ചു പോണേ കാണാം. ഇത്രയും വേഗത ഞാൻ ഒരാൾക്കും കണ്ടിട്ടില്ല. എന്റെ പൊന്നോ, സമ്മതിക്കണം, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല. അതാണ് അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം. ഒരിക്കൽ ഒരു വേൾഡ് കപ്പിൽ നമ്മുടെ ഫുട്ബോളിൽ വിജയം നേടിയപ്പോൾ അന്നത്തെ ഫുട്ബോൾ താരം മറഡോണ സ്വന്തം ജേഴ്സി, അതായത് സ്വന്തം ഉടുപ്പിങ്ങനെ ഊരിയിട്ട് ആകാശത്തിലിട്ട് വട്ടം കറക്കി വിജയം ആഘോഷിച്ചു. ജയിച്ചപ്പോൾ ഉടുപ്പിങ്ങനെ ഊരിയിട്ട് അതുപോലെ തന്നെ അടുത്ത കാലത്ത് 2020 വേൾഡ് കപ്പിൽ നമ്മുടെ ഇന്ത്യൻ ടീം വിജയിച്ചപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ധോണി സ്വന്തം ജേഴ്സി ഇതുപോലെ ഇങ്ങനെ ഊരിയിട്ട് ആകാശത്തിലിട്ട് വട്ടം കറക്കി വിജയം ആഘോഷിച്ചു. ഇതുപോലെ ഏതെങ്കിലും സ്പോർട്സ് താരം വിജയിക്കണം എന്നതിന് എനിക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോന്നോ? പറയട്ടെ. എന്റെ ദൈവമേ, ആ വിംബിൾട്ടൺ എന്നാണാവോ സാനിയ മിർസ ഒന്ന് ജയിക്കുന്നത്? പുതിയ നിസ്സാരമല്ലല്ല, ഇങ്ങോട്ട് വാ. അടുത്തത് PT ഉഷയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഈ PT ഉഷ എന്ന കളിക്കാരിക്ക് ഏത് കളിയിലാണ് സ്വർണം കിട്ടിയത്? തുമ്പിതുള്ളല. കബഡിയാ? PT ഉഷ. എടാ, ഒരു ക്ലൂ അങ്ങോട്ട് തരാം. ക്ലൂ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറയുമല്ലോ. നമ്മൾ കുറച്ചു പേര് ചേർത്ത് ഇങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കും. ഈ ചീട്ട് കളിക്കുന്ന സമയത്ത് അങ്ങോട്ട് കുറെ പോലീസുകാർ വരുന്നു. ഈ പോലീസുകാരെ കാണുമ്പോ ചീട്ട് കളിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? ഓടും. ഓട്ടം. അപ്പൊ ഏത് കളിയിലാണ് PT ഉഷയ്ക്ക് സ്വർണം കിട്ടിയത്? ചീട്ട് കളി. അറിയാം, അതുകൊണ്ടാണ് ഇതാണ് പറയണത്. മനസ്സിൽ ഭയഭക്തി ബഹുമാന ചിന്ത ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. എന്റെ പൊന്ന് സാറ്, നല്ല ഭയഭക്തി ബഹുമാന ചിന്ത. ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോ ശബരിമല ശാസ്താവിനെ പ്രാർത്ഥിച്ചിട്ട് എടാ, ഇതുപോലെ പ്രാർത്ഥിച്ചാ പോരാ, സന്നിധാനത്തിനെ പോലെ അസലായിട്ട് ശരണം വിളിക്കാൻ പഠിക്കണം. ഞാൻ വിളിക്കാം. ശരണം വിളിച്ചാൽ മാത്രമേ ഇതുപോലെ ശാസ്താവ് കേൾക്കുള്ളൂ. ഞാൻ വിളിക്കാം. എടാ, കേരളക്കരയിൽ ശരണം വിളിക്കുന്ന ഉസ്താദാണ് ഞാൻ. അതിന് ഉസ്താദാണ് ഞാൻ. ഓക്കെ. ഞാൻ ശരണം വിളിക്കുമ്പോൾ ഏറ്റവും വിളിച്ചോളൂ. ഓക്കെ. സ്വാമിയേ അയ്യപ്പോ, അയ്യപ്പോ, സ്വാമിയേ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. മോക്ഷം കിട്ടിയാൽ പോക്കും നിർത്തും. എന്തെന്ന്? പോക്കും നിർത്തുന്നു. എന്തിന്? അല്ല, സ്വാമി ഒരു ഉപകാരം ചെയ്ത പിന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇതാണ് പറയണത്. നീ ഇവിടെയെങ്കിലും ജനിക്കേണ്ടവനല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. ഇത് പറയുമ്പോ സാറിന് ഒരു വിഷമം. മനസ്സിലായി? എടോ, എങ്ങനെ വിഷമിക്കാണ്ടിരിക്കും? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള കുട്ടികളില്ല. ഈ കഴിഞ്ഞിടൻ എന്റെ ഭാര്യ ഒന്ന് ഗർഭിണിയായിരുന്നു. അവിടെ ഉണ്ടായ പ്രശ്നം, എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കണ കുട്ടി സ്ഥാനം തെറ്റി കിടക്കണം എന്ന് പറഞ്ഞ് ആകപ്പാട് ടെൻഷൻ കഷ്ടപ്പാടുമല്ലേ? അത്രേ ഉള്ളൂ. ഇതുപോലെ എന്റെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോ സ്ഥാനം തെറ്റി എന്ന് പറഞ്ഞ എന്ത് പ്രശ്നമായിരുന്നു? എന്നെ തല്ലി ചമ്മന്തിയാക്കി പോലീസ് സ്റ്റേഷനിൽ കയറ്റി. കുട്ടി സ്ഥാനം തെറ്റി കിടക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. അത് തല്ലണ്ട കാര്യം എന്നെ തല്ലി സാറേ. കുട്ടിയല്ലേ, പ്രസവം അല്ലേ, സ്ഥാനം അല്ലേ, ചിലപ്പോ തെറ്റും. അത് തല്ലണ്ട കേസ് എന്താണ്? എന്നെ തല്ലിയില്ലേ? ഞാൻ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കണം. ഈ കുട്ടി സ്ഥാനം തെറ്റി കിടന്ന് പറഞ്ഞില്ല, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ സ്ഥാനം തെറ്റി കിടന്നത്? ഇടത്തോട്ടും വലത്തോട്ടും ഒന്നല്ല സ്ഥാനം തെറ്റി കിടന്നത്. പിന്നെ എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കേണ്ട കുട്ടി സ്ഥാനം തെറ്റി വേലക്കാരിയുടെ വയറ്റിൽ കിടന്ന് അതിന്റെ ഒരു ചെറിയ പ്രോബ്ലം വന്നപ്പോ
മലയാളത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ധാരാളം ചലച്ചിത്ര സംവിധായകരുണ്ട്. അതിൽ അഗ്രഗണ്യന്മാരാണ് പത്മരാജനും ഭരതനും ജോൺ പോളും അരവിന്ദനുമെല്ലാം. ഇതിൽ ഭരതൻ സംവിധാനം ചെയ്ത് ഏറെ സൂപ്പർ ഹിറ്റായി മാറിയ വൈശാലി എന്ന ചിത്രം ഹാസ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ഒന്ന് വളച്ചൊടുക്കുകയാണ്. നമുക്ക് കാണാം ആ വൈശാലിക്ക് ഇപ്പോൾ വയസ്സായി. അരിയ വേനലിന് അറുതി വരുത്തി അമൃതവർഷം പൊഴിക്കുവാൻ ഋഷിശൃംഗൻ എന്ന മുനികുമാരനെ മനം മയക്കി കൊണ്ടുവന്ന വൈശാലിയുടെ കഥ. കലയെയും സിനിമയെയും സ്നേഹിക്കുന്ന ഓരോ മലയാളിയുടെയും മനസ്സിൽ വേരുറച്ച വൈശാലി എന്ന ചലച്ചിത്ര കാവ്യത്തിന്റെ ചുവട് പിടിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഹാസ്യ ആവിഷ്കാരം വൈശാലിക്കിപ്പോൾ വയസ്സായി. അംഗരാജ്യത്ത് താമസിക്കുന്ന പ്രജകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വരൾച്ച മൂലം തകർച്ച വന്ന നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അടിയന്തരമായി വിളിച്ചുകൂട്ടിയ പൊതുയോഗത്തിൽ പങ്കെടുക്കുവാൻ മഹാരാജാവ് രോമപാതൻ വെളുത്ത കുതിരകൾ കെട്ടിവലിക്കുന്ന സ്വർണരഥത്തിൽ എഴുന്നള്ളുന്നേ. അയ്യോ അയ്യോ வசந்தமுல்லை போலே வந்து ஆடிடும் வெண்புறா. வசந்தமுல்லை போலே வந்து ആടിടും വെൺപുറ. എന്ത് തെറ്റിദ്ധരിക്കരുത് മഹാരാജൻ, ഇത് തമിഴിലെ ഒരു പാട്ടാ. മന്ത്രി പുങ്കവാ, എന്തുവാ ഇങ്കവാ, നീ ഇന്നലെ നമ്മുടെ കൊട്ടാരം തൊഴി ജാനുവിന്റെ വീട്ടിൽ വഴിതെറ്റി കയറിയെന്ന് കേട്ടല്ലോ. അയ്യോ, വഴിതെറ്റി കയറിയതല്ല, പിന്നെ അവളെ ഒന്ന് വഴിതെറ്റിക്കാൻ കയറിയതാ. എന്നിട്ട് എന്തായി? ഒന്നും പറയണ്ട. രാത്രി 9 മണി മുതൽ വെളുപ്പിന് 6 മണി വരെ ഞാൻ അവളുടെ വീട്ടിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. അവൾ തുറന്നില്ല. വൃത്തികെട്ടവനെ, അപ്പോൾ നീ ആയിരുന്നല്ലേ ഇന്നലെ രാത്രി മുഴുവൻ വാതിലിൽ മുട്ടിയത്? ബാക്കിയുള്ളവൻ പേടിച്ച് വിറച്ച് കട്ടിലിന്റെ അടിയിലാ കിടന്നുറങ്ങിയത്. മന്ത്രി, എന്താ രാജൻ? അടുത്ത ഫെബ്രുവരിയിലാണ് നമ്മുടെ ജന്മദിനം. ഒരു രാജാവ് പറയണ വാക്ക് കേട്ട ഫെബ്രുവരി. എന്റെ മഹാരാജൻ, അടുത്ത മ്രാച്ചിലല്ലേ അങ്ങയുടെ പിറന്നാള്? അങ്ങനെ നമുക്കിപ്പോൾ 60 വയസ്സ് തികഞ്ഞു. അപ്പോ ഷഷ്ടി പൂർത്തിയായി. എങ്കിൽ കൊണ്ടുവരൂ, നാം ഒന്ന് ഇട്ട് നോക്കട്ടെ. എന്താന്ന്? എന്തൊക്കെയോ പൂർത്തിയായെന്ന് പറയുന്ന കേട്ടു. അതല്ല മഹാരാജൻ, 60 വയസ്സായെന്ന് പറഞ്ഞാൽ ഷഷ്ടി പൂർത്തിയായി. അപ്പോൾ 100 വയസ്സായാലോ? ഷട്ടി കീറി എന്ന് പറയും. ദാ നോക്കൂ മന്ത്രി, ഉദ്യാനത്തിലൂടെ നമ്മുടെ രാജ്ഞി പോകുന്നത് കണ്ടോ? സുന്ദരിയായിരിക്കുന്നു അല്ലേ? അല്ല, മന്ത്രി ഇതുവരെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. വല്ലവന്റെയും പറമ്പിലെ പുല്ല് കണ്ടിട്ട് ഞാൻ പശുവിനെ വളർത്തിയിട്ട് എന്താ കാര്യം? മന്ത്രി തിക്കങ്ക കുലങ്ക എന്നാന്ന് അങ്ങനെയൊക്കെ പറയൂടെ? നീ ഇതുവരെ കല്യാണം കഴിക്കാത്തത് എന്താണ്? ഞാനൊരു ചൈനക്കാരിയെ കല്യാണം കഴിച്ചതല്ലേ. എന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ അതിനെ അങ്ങ് ഉപേക്ഷിച്ച്. അതെന്താ? ചൈനയുടെ സാധനമല്ലേ, 2 വർഷത്തിൽ കൂടുതൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. മന്ത്രി പുങ്ക, എന്താ മങ്കി? എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങൾ? പ്രഭോ, ഈ നാട്ടിലെ പ്രജകളെല്ലാം വർഷങ്ങളായി വെള്ളം കിട്ടാതെ അലയുകയാണ്. ഓഹോ, കൊട്ടാരത്തിലെ ഭടന്മാർക്കെല്ലാം നല്ല കപ്പാസിറ്റി ആയി. അതെന്താ? വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ടല്ലേ അടിക്കുന്നത്. ഈശ്വരാ, കൂമ്പ് വാടും. മാത്രവുമല്ല, മഴ കാത്തിരുന്ന വേഴാമ്പലെ രാജാവിനെ പച്ചത്തെറിയും വിളിച്ച് ഇന്നലെ രാവിലെ എങ്ങോട്ടോ പറന്നുപോയി. പിന്നെ പ്രഭു, നമ്മളുടെ പ്രശസ്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഈ നാട് വിട്ട് എങ്ങോട്ടോ പോയി. അതെന്താ? മഴയുണ്ടെങ്കിലല്ലേ പുള്ളിക്ക് പാടാൻ പറ്റൂ. നാം അതങ്ങ് മറന്നു. മാത്രവുമല്ല പ്രഭു, നമ്മുടെ നാട്ടിലെ തവളകളെല്ലാം പേക്രോ പേക്രോ എന്ന കരച്ചില് നിർത്തി. പിന്നെ പൊക്കോ പൊക്കോ എന്നാക്കി. മഹാരാജൻ, ഇനി എന്താണ് ഒരു പോംവഴി? നാം നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്തു വഴി? മന്ത്രി പറയുന്ന എന്തു വഴിയും. പ്രഭു, വർഷങ്ങളായി മഴയില്ലാതിരിക്കുന്ന ഈ രാജ്യത്ത് മഴ പെയ്യിക്കണമെങ്കിൽ അവൻ വരണം. ആര്? ഋഷ്യശൃംഗൻ. അങ്ങ് അമേരു സാനുക്കൾ നിറഞ്ഞ കൊടുങ്കാട്ടിൽ ഋഷ്യശൃംഗൻ എന്ന മുനികുമാരൻ തപസ് ചെയ്യുന്നുണ്ട്. ഏത് ഹോട്ടലിലാന്ന് പറഞ്ഞ്? ഹോട്ടലിലല്ല, കാട്ടില്. ആ മുനികുമാരനെ കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിൽ മഴ പെയ്യിക്കാൻ കഴിയും. ഈ മുനികുമാരൻ ഇതുവരെ സ്ത്രീകളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു കന്യകയെ തന്നെ അയക്കണം. അവൾ അവനെ മനം മയക്കി കൊണ്ടുവരും. മന്ത്രി പൊങ്കവ, നമുക്ക് അദൃഷ്ടദ്രുമ്മിനെ എന്നാന്ന്? ബിനുക്കുട്ടനെ. ബിനുക്കുട്ടനാ? മറ്റേ പേര് പറയാൻ ഭയങ്കര പാടാ. എന്നാ ഈ പേര് വെച്ചങ്ങ് പറഞ്ഞോ. നമുക്ക് ആ മുനികുമാരനെ വരുത്താൻ നമ്മുടെ റാണിയെ വിട്ടാലോ? എന്റെ പ്രഭു, മുനികുമാരനെ വരുത്താനാണ്, അല്ലാതെ വകവരുത്താനല്ല. പ്രഭു, എനിക്കൊരു ഐഡിയ. എങ്കിൽ എനിക്കൊരു എയർടെൽ. അതല്ല പ്രഭു, നമുക്ക് അടിമാലി ശാന്തയെ വിട്ടാലോ? അടിമാലി ശാന്ത കൊള്ളാം, ഉഗ്രൻ ഐഡിയ.
അവളാകുമ്പോൾ അവനെ മനം മയക്കി കൊണ്ടുവന്നുള്ളൂ. പ്രഭു, അവളെ കൂടെ ഞാനും കാട്ടിൽ പോട്ടെ? വേണ്ട 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 വേണ്ട. സംഗതി പാൽപായസമാണെങ്കിലും പട്ടി നക്കിയാൽ തീർന്നില്ലേ അളിയാ? All cool girl, put your hands up and say. All cool girl, put your hands up and say. Om Shanti Om. Om Shanti Om. ഛേ, പൂജക്കടയിൽ ഏതോ ഹിന്ദി പാട്ട് കയറി വന്നല്ല. ഋഷ്യശൃംഗ, നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു. നീ മാനിന് കാടി കൊടുത്തോ? സിംഹത്തിന്റെ താടി വടിച്ചോ? ഇങ്ങേർക്ക് എന്തിന്റെ കേടാ? ഞാനിപ്പോ ആ പാമ്പിനെ പല്ലിലേപ്പിച്ച് കുളിപ്പിച്ചൊന്നും കൊണ്ട് ഇരുത്തിയതേ ഉള്ളൂ. അപ്പോഴേക്ക് തുടങ്ങി ഒരു അരശീശി. അല്ല, ഇതാരി? അടിമാലി ശാന്തയോ? അതെ, ആശ്ചര്യമായിരിക്കുന്നു. അങ്ങ് ഇതുവരെ സ്ത്രീകളെ കണ്ടിട്ടില്ലാത്ത മുനികുമാരനല്ലേ? പിന്നെ എങ്ങനെ എന്ന് മനസ്സിലായി? ഞാൻ നിന്നെ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഈ ബ്ലൂടൂത്ത് മുഴുവൻ നീയല്ലേ? ആട്ടെ, നീ ഏതുവരെ പഠിച്ചു? 8ാം ക്ലാസ് വരെ. പിന്നെന്താ തുടർന്ന് പഠിക്കാഞ്ഞത്? എന്തോന്ന്? അല്ല, തുടർന്ന് പഠിക്കാഞ്ഞത്? 8ാം ക്ലാസ് എത്തിയപ്പോഴേക്കും എന്റെ കാലിൽ കരപ്പം വന്നു. കാലിൽ കരപ്പം വന്നു? എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ. എവിടെ? ഇങ്ങോട്ട്. എവിടെ? കുറച്ചുകൂടി നോക്കട്ടെ. ഇവിടത്തേക്ക്. അയ്യോ, കാണാൻ പറ്റത്തില്ല. കുറച്ചുകൂടി നോക്കട്ടെ. അത്ര എത്തിയപ്പോഴേക്കും കരപ്പനങ്ങ് തീർന്നു. ഛേ, ഈ കരപ്പന് തീരാൻ കണ്ടൊരു സ്ഥലവേ. അങ്ങ് പൂജയിലാണോ? നോ നോ. എന്താ ചോദിച്ചത്? ഇവിടെ ഹോമകുണ്ടം കത്തിച്ചു വെച്ചിരിക്കുന്നു. എന്റെ ശാന്ത, ഇത് ഹോമകുണ്ടമല്ല. പിന്നെ ഉച്ചക്ക് കഞ്ഞി കുടിക്കാൻ ഞാൻ 2 ഉണക്കമീൻ ചുട്ടെടുക്കുന്നതല്ലേ. അതൊക്കെ പോട്ടെ. എന്താണ് നീ വന്നതിന്റെ ഉദ്ദേശം? മുനികുമാര, ഞങ്ങളുടെ നാട്ടിൽ മഴയുമില്ല, മേഘവുമില്ല. അത്രേ ഉള്ളൂ. ഇന്നാ 2ന്റെ CD. ഇത് മേഘ സിനിമയുടെ CD, ഇത് മഴ സിനിമയുടെ CD. രണ്ടും കൂടി കൊണ്ടുപോയി ഇട്ട് കണ്ടോ? അതല്ല, ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തിട്ട് വർഷങ്ങളായി. അങ്ങ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് മഴ പെയ്യിക്കണം പ്ലീസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു എങ്ങനെ വരാതിരിക്കൂ? വരില്ലേ? വരാനേ. ഋഷ്യശൃംഗ, ഞാൻ എക്കോ ഇട്ട് വിളിച്ചിട്ടും നീ വിളി കേൾക്കുന്നില്ലല്ലോ. നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ല. ഓർമ്മ കാണില്ലെന്നറിയാം. ഓക്കെ. അന്ന് ഞാൻ കണ്ണൂർ DYSP. ശരി. ജസ്റ്റ് ഡിസംബർ താൻ. സമ്മതിച്ചു. അച്ഛാ, ഒരു കാര്യം മറന്നുപോയി. എന്താ? താങ്ക് യു. അയ്യേ, ഇതെന്താ ഇങ്ങനെയൊക്കെ കേക്കുന്നേ? അതങ്ങനാ. എങ്ങനെ? അച്ഛൻ അശരീരിക്ക് ക്ഷാമം വരുമ്പോ കണ്ട സിനിമയുടെ ഡയലോഗ് എടുത്ത് വെച്ച് കാച്ചു. അതൊക്കെ പോട്ടെ. ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് മഴ വെച്ച് എനിക്ക് എന്ത് തരും? ഞങ്ങളുടെ രാജ്യത്തിന്റെ പകുതി തരും. ആട്ടെ, നിങ്ങളുടെ രാജ്യം എന്തോരം ഉണ്ട്? 2 സെന്റ്. 2 സെന്റോ? ബാക്കിയൊക്കെ ജപ്തി ചെയ്തോണ്ട് പോയി. ഇത്രയേ ഉള്ളൂ? ഇത് മാത്രമല്ല, 8 മാസമായി അടയ്ക്കാത്ത കറണ്ട് ബില്ല്, പിന്നെ 7 മാസമായി കൊടുക്കാത്ത പാൽക്കാരന്റെ പൈസ, 5 മാസമായി കൊടുക്കാത്ത പത്രത്തിന്റെ പൈസ, പിന്നെ നമ്മുടെ ചെട്ടിക്കമ്പനിയിൽ പൈസ അടച്ച പ്രജകളുടെ പൂരത്തെറിയും. ഇതെല്ലാം എനിക്കുള്ളതാണോ? പിന്നെ ടോട്ടൽ ഫോർ യു. എന്നാൽ ഇനി പോയേക്കാം നിന്റെ നാട്ടിലേക്ക്. ഗെറ്റ് റെഡി, കം ഫാസ്റ്റ്. പ്രിയമുള്ള നാട്ടുകാരെ, അടിമാലി രംഭ നയിക്കുന്ന ഋഷ്യശൃംഖനെയും വഹിച്ചുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥ ആയിരക്കണക്കിന് ആളുകളുടെ അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ രോമപാത മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വരണം വരണം മിസ്റ്റർ കണസകുണസ, നിങ്ങൾക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. അങ്ങക്ക് എന്റെ പ്രമാണം. നിങ്ങൾക്ക് എന്റെ കരം തീർത്ത രസീത്. ശാന്തേ. എന്താ മഹാരാജൻ? നിന്നെ നാം സമ്മതിച്ചിരിക്കുന്നു. കേട്ടോ ദുഷ്ടബൃദ്ധ? ബിനുക്കുട്ട, നാം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര ബഹുമാനമാണ്. അതുകൊണ്ട് നാം ഇവൾക്ക് പട്ടം നൽകും. പട്ടം മാത്രമേ ഉള്ളൂ മഹാരാജാവേ. പിന്നെന്ത് വേണം? അത് പറപ്പിക്കാനുള്ള ഉണ്ടേന്നൂലും തന്റെ അപ്പം കൊണ്ട് തരുമോ? ശാന്തേ, നീ എന്തായി സംസാരിച്ചത്? അല്ല കുമാര, ഇങ്ങനെ കൊണ്ട് ഭയങ്കര ശല്യമാന്നേ. എന്ത്? ഒരു രാജാവിനെയാണോ നീ അങ്ങേര് ഇങ്ങേരെന്നൊക്കെ വിളിക്കുന്നത്? ഒരല്പം ബഹുമാനം കൊടുത്തുകൂടെ?
ഈ നായിന്റെ പോനി. ബിനുക്കുട്ടാ, വെള്ളം കുടിക്കാതെ നമ്മുടെ തൊണ്ട വളരുന്നു. വാചകമടിക്കാതെ പോയി മഴ പെയ്യിക്ക്. മഹാപ്രഭു, മന്ത്രബോധിയന്റെ മഴ കൊണ്ട് ഈ ഭൂമിയിൽ ഒന്ന് ആഞ്ഞു കിളച്ചാൽ പിന്നെ ഒരു 1.5 മഴയായിരിക്കും. ഇപ്പൊ തന്നെ മണി 2:02. പോയി മഴ പെയ്യിക്ക്. അനുഗ്രഹിച്ചാലും പ്രഭു. എല്ലാ സൗഭാഗ്യങ്ങളും വന്നു നിറയട്ടെ. എനിക്കും എന്റെ കുടുംബത്തിനും. പോയി മഴ പെയ്യിക്ക്. മഹാരാജാവേ, ദേ ഋഷിശൃംഗൻ മഴവെടുത്തു ദേ ഭൂമിയിലേക്ക് ആഞ്ഞു കളക്കുന്നു. ആഞ്ഞു കളിക്കട്ടെ. ദേ മഴ പെയ്തു. ഭൂമിയിൽ നിന്ന് വെള്ളം ചേർക്കുന്നു. ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം, ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം. ദും 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 ദുന്ദുഭിനാദം നാദം നാദം. ആരാടാ മഴ പെയ്ച്ചത്? അയ്യോ, അറിയില്ലേ? ഈ നിൽക്കുന്ന ബിനുക്കുട്ടൻ. ബിനുക്കുട്ടാ, നിന്നെ അനുമോദിക്കാൻ ഇതാ പോലീസുകാരെ എത്തിയിരിക്കുന്നു. ഇങ്ങടുത്ത് വരൂ. ഇങ്ങോട്ട് മാറിക്ക. നീയാണോടാ മഴ പെയ്ച്ചത്? അതെ. പാട്ടി, ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് കുത്തി പൊട്ടിച്ചിട്ടാണോടാ നിന്റെ മഴ പെയ്ക്കല്? കുളിച്ചോനും കുടിച്ചോനും ഉൾപ്പെടെ ഒക്കെ കയറിക്കോണം ജീപ്പില്. അവസാന കിടക്കാണ്. എല്ലാവരുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഈ അടുത്ത കാലത്ത് ഹിറ്റായ ഇഷ്ടഗാനം അരിപ്പോ തിരിപ്പോ. തിരിപ്പോ കോതല മംഗല പരിപ്പോ 12 ആനയും കുതിരയും തെക്കിട്ട് വടക്കിട്ട് പോയി നാം വള്ളിക്കെന്തിന് പോയി മോളെ അരക്കല്ല ചരക്കല്ല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ. പരിപ്പോ തിരിപ്പോ കോതല മംഗല പരിപ്പോ 12 ആനയും കുതിരയും തെക്കിട്ട് വടക്കിട്ട് പോയി നാം വള്ളിക്കെന്തിന് പോയി മോളെ അരക്കല്ല ചരക്കല്ല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ. തുമ്പപ്പൂവിൻ ചോറും വെച്ച് കുമ്പള മാംസക്കറിയുണ്ടാക്കി ഉമ്മാക്ക് പകുതി ഉപ്പാക്ക് പകുതി എന്ന് പറഞ്ഞ് പണ്ട് പൊട്ടിയ ചിരട്ടയിൽ ചോറ് വിളമ്പി തീറ്റിച്ചോളേ. പരിപ്പോ തിരിപ്പോ കോതല മംഗല പരിപ്പോ 12 ആനയും കുതിരയും തെക്കിട്ട് വടക്കിട്ട് പൈനാം വള്ളിക്കെന്തിന് പോയി മോളെ അരക്കല ചരക്കല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ. അലക്കല്ല് അരക്കല്ല് കലമ്പല ഹോബി ഉടുപ്പെടു തടുപ്പിലും കുളത്തിലും ചാടി അത് കഴിഞ്ഞവളൊരു കൊട്ടയെടുത്തി ഇറങ്ങുന്നു രാത്രി. നല്ല അകലട്ട് വടത്തരി ഉണ്ടയും മണ്ടയും നിൽക്കണ ജോലി. പരിപ്പോ തിരിപ്പോ കോതല മംഗല പരിപ്പോ 12 ആനയും കുതിരയും തെക്കിട്ട് വടക്കിട്ട് പൈനാം വള്ളിക്കെന്തിന് പോയി മോളെ അരക്കല ചരക്കല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ.
വടകര വളവിൽ 60 തെങ്ങിൽ 60 തെങ്ങിൽ 60 പൊത്തി 60 പൊത്തി 60 നട്ട് നത്തിന് കണ്ണെത്ര ഇങ്ങനെ മനുഷ്യനെ കരക്കണ ചോദ്യങ്ങൾ ചോദിച്ചെന്നെ നട്ടൊപ്പിരാന്താക്കി